ഏവർക്കും നമസ്കാരം. വാക്കുവേദിയിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അരങ്ങിൻ്റെ വർത്തമാനം എന്ന സെഷനാണ് ആരംഭിക്കുന്നത്. കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ നാടകത്തിനുള്ള പ്രസക്തിയെപ്പറ്റി ഏവർക്കും കൃത്യമായിട്ട് അറിവുള്ളതാണ്. കോഴിക്കോടൻ നാടകവേദിയുടെ പ്രൗഢിയും ഗംഭീരവും അതോടൊപ്പം തന്നെ കോഴിക്കോട്ടെ നാടക പ്രവർത്തകർ നാടകത്തെ എത്രമാത്രം നെഞ്ചോട് ചേർക്കുന്നു എന്നതും നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ്. ഇന്നേറെ സന്തോഷമുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് നാടകത്തെ ജീവിതമായി തന്നെ കൊണ്ടു നടക്കുന്ന, നാടകം തന്നെ ജീവിതമായി തിരഞ്ഞെടുത്തിട്ടുള്ള 3 പ്രതിഭകളാണ് ഈ ഒരു സെഷനിൽ അരങ്ങിൻ്റെ വർത്തമാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സംസാരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ ഇവിടെ സംസാരിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ലളിതമായിട്ടുള്ള ഇവരുടെ ഓരോരുത്തരുടെയും നാടകയാത്രയിലൂടെ, അവരുടെ കാഴ്ചപ്പാടുകളിലൂടെ, അവരുടെ ജീവിതാനുഭവത്തിലൂടെയുള്ള ചില ചോദ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സെഷൻ ക്രമീകരിച്ചിട്ടുള്ളത്. തുടക്കം പ്രിയപ്പെട്ട ശ്രീ രത്നാകരൻ സാറിൻ്റെ അടുത്താണ്. നാടക ചരിത്രത്തിൻ്റെ ഭാഗമായി പറയുമ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട് നാടകവേദിയുടെ പരിച്ഛേദനം എന്ന് തന്നെ ശ്രീ രത്നാകരൻ സാറിനെ വിശേഷിപ്പിക്കാം. വർഷങ്ങളായി കോഴിക്കോടിൻ്റെ നാടകത്തിൻ്റെ സ്പന്ദനവും കോഴിക്കോടൻ നാടകത്തിൻ്റെ രീതിശാസ്ത്രവും കോഴിക്കോടൻ നാടകവേദിയുടെ ഭാഗമായിട്ട് സംവിധായകനും അതുപോലെ തന്നെ നാടക പ്രവർത്തകനുമൊക്കെയായി അദ്ദേഹം ഏറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം കാലത്തിനിപ്പുറം ഇന്നത്തെ നാടകത്തിനെ പറ്റിയും കൃത്യമായിട്ട് അറിയുന്ന, ഇന്നത്തെ കാലത്തും നാടകം സംവിധാനം ചെയ്യുകയും നാടകത്തോടൊപ്പം നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായി ശ്രീ രത്നാകരൻ സാറിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പഴയ നാടകവും ഈ കാലത്തെ നാടകവും തമ്മിൽ ഗണ്യമായിട്ടുള്ള ആസ്വാദനത്തിൻ്റെയും കാണികളുടെയും ഒക്കെ വ്യത്യാസം എന്താണ്? അദ്ദേഹത്തിൽ നിന്ന് അതറിഞ്ഞുകൊണ്ട് നാടകത്തിൻ്റെ ഒരു ചരിത്രത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ആരംഭിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അരങ്ങിൻ്റെ വർത്തമാനം അരങ്ങ് നാടകത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അരങ്ങ് എല്ലാറ്റിനുമുള്ളതാണ്. നാടകക്കാർ പിടിച്ചടക്കിയതാണെന്ന് തോന്നുന്നു. നമ്മളെ ഓർക്കുന്നതിന് ഈ വർത്തമാനം നാടകത്തിൻ്റെതാണെന്ന് എന്ന് പറയപ്പെടും. അതുകൊണ്ടാണല്ലോ നാടകത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. പഴയകാല അരങ്ങ് ഇങ്ങനെയായിരുന്നില്ല. അതല്ലെങ്കിൽ ഇപ്പം കാണുന്ന രീതിയിലുള്ള അരങ്ങല്ല. നാടകവും വിഭിന്നമാണ്. നാടകവും മാറിയിട്ടുണ്ട്. ഒരു ദൃശ്യഭാഷ എന്നുള്ള രീതിയിൽ നാടകത്തിന് വലിയ പ്രാമുഖ്യമാണ് ഈ അടുത്ത കാലത്തൊക്കെ കേരളത്തിലും പുറത്തും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാടകത്തിന് വിപുലീകരിച്ച കാണികളുമുണ്ട്. അത് നാടകത്തിൻ്റെ മാത്രമല്ല, അത് മറ്റ് അരങ്ങിൻ്റെ സ്വഭാവത്തിലുള്ള എല്ലാ കലകൾക്കും പ്രാധാന്യമാണത്. പക്ഷെ നാടകത്തിൽ ഉള്ള ഒരു കാര്യം വെച്ചാൽ അത് നടൻ്റെ കലയാണ്. നാടകം തീർത്തും നടൻ്റെ കലയാണ്. നടൻ്റെ തന്നെ ശരീരം കൊണ്ടും ശബ്ദം കൊണ്ടും ഉണ്ടാക്കിയെടുക്കുന്ന അനുഭവങ്ങളാണ് കാണികൾ ആയ നമുക്ക് ഹൃദ്യമാവുന്നത്. സ്വാഭാവികമായും അതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതും കാണികൾ തന്നെയാണ്. അരങ്ങനുഭവം ഒരു നടൻ എന്നുള്ള രീതിയിൽ പണ്ട് കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് സംഗീതത്തിലൂടെയായിരുന്നു. നമ്മളെ മുന്നിലുണ്ടായിരുന്ന പഴയകാല നാടചരിത്രങ്ങൾ, എന്നോട് മിത്തുമൂർത്തി പഴയ നാടകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് ഞാൻ മാറ്റപ്പെടുത്തുന്നത്. പഴയകാല നാടകങ്ങളെല്ലാം സംഗീതാത്മകമായിരുന്നു. അത് പുരാണങ്ങളിൽ നിന്നായിരുന്നു. അത് ഉണ്ടാക്കിയെടുത്ത ചരിത്രവും പുരാണ ഇതിഹാസങ്ങളും നമ്മളെ പരിചയപ്പെടുത്താനാണ്. അതുകൊണ്ട് തന്നെ നടൻ എന്നുള്ള രീതിയിൽ അതിന് വലിയ വ്യാഖ്യാതാവായി തീരാൻ കഴിഞ്ഞിരുന്നില്ല. അതൊരു കൂട്ടായ്മയുടെ സംഗീത ചരിത്രമായിട്ട് മാറുകയായിരുന്നു. പിന്നീടാണ് നടൻ ഏറ്റെടുക്കുന്നത്. എനിക്കൊന്ന് പഴയ നാടകങ്ങളിൽ
കണ്ണൂർ ഭാഗങ്ങളിലാണ് ഇത്തരം ചരിത്രം കൂടുതലായിട്ടുണ്ടായിട്ടുള്ളത്. അവരുണ്ടാക്കിയെടുത്ത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആ കാലത്താട്ടോ ഒരു 100 കൊല്ലത്തെ ചരിത്രമേ കേരളത്തിലെ നാടകത്തിനുള്ളൂ. അതിനപ്പുറത്തേക്കില്ല. 1920 ഒരു പക്ഷേ പഴയ നാടകം എന്നുള്ള രീതിയിൽ കേരളത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പം അത്രയും കൊല്ലത്തെ പാരമ്പര്യമേ നാടക ചരിത്രത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ കണ്ണൂരിൽ നിന്ന് ഇറങ്ങപ്പെട്ട നാടകങ്ങൾ കേരളത്തിൻ്റെ ഭാവി ദിശയെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ചരിത്രപരമായ നാടകങ്ങളുണ്ടായി. പക്ഷെ പിന്നീട് മാറ്റമുണ്ടായി. അത് സാമൂഹ്യ നാടകങ്ങളിലേക്കുള്ള പരിവർത്തനമായിരുന്നു. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നാടകങ്ങളുണ്ടാവുന്നു, അതിൻ്റെ കൂടെ നിൽക്കാൻ നാടകങ്ങളുണ്ടാവുന്നു. അങ്ങനെ ഒരു ചരിത്രം പുതുതായി രചിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പഴയകാല ചരിത്രത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് സാമൂഹ്യ നാടകങ്ങളിലേക്ക് എത്തിപ്പെട്ടത് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. 50കളിലൊക്കെയാണ്. 50കളിൽ ബെർത്തായ ഒരുപാട് നാടകങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. ഏതായാലും ചരിത്രം എങ്ങനെയാണ് തുടങ്ങുന്നത്, ആ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ ഘട്ടത്തിന് പരമാവധി ദൃശ്യകലാ വ്യാഖ്യാനം എന്നുള്ള രീതിയിൽ നാടകം ദൃശ്യകല തന്നെയാണ് എന്നുള്ള വ്യാഖ്യാനം നൽകുന്ന സ്വഭാവത്തിലേക്ക് നാടകം വളർന്നിട്ടുണ്ട്. നാടകത്തിൻ്റെ സ്വഭാവം വളർന്നിട്ടുണ്ട്, അതിൻ്റെ രചന വളർന്നിട്ടുണ്ട്, അതിൻ്റെ തിയേറ്റർ സ്വഭാവങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കാലം നമുക്ക് ആസ്വദിക്കാം. പ്രിയപ്പെട്ട മനോജ് നാരായണൻ സാറിനെ നാടകത്തെ വളരെ സീരിയസ് ആയി കാണുന്ന എല്ലാവർക്കും തന്നെ പരിചിതമായിട്ടുള്ള മുഖമാണ്. ഇവിടെ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ നാടകത്തിൽ നിന്ന് നാടക പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് ക്യാമ്പസ് നാടകങ്ങളിലേക്കും അമച്വർ നാടകങ്ങളിലേക്കും പ്രൊഫഷണൽ നാടകങ്ങളിലേക്കൊക്കെ എല്ലാ നാടകത്തിൻ്റെ ശ്രേണിയിലും കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തുകൾ നടത്തിയിട്ടുള്ള ഒരു നാടക പ്രവർത്തകനാണ് ശ്രീ മനോജ് നാരായണൻ സാർ. അപ്പം മനോജേട്ടനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, പലപ്പോഴും ചില മേഖലയിൽ കൃത്യമായിട്ടും ഇടപെടുന്ന ആളുകൾ ആ മേഖലയിൽ തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് ഈ വിവിധമായിട്ടുള്ള മേഖലകളിൽ എത്ര അനായാസത്തോടു കൂടിയിട്ട് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്? ഏറെ അതിശയത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണാറ്. അപ്പം ആ ഒരു അനുഭവം, ഇപ്പം കുട്ടികളെ നാടകം മുതൽ ക്യാമ്പസ് നാടകവും അതുപോലെ തന്നെ പ്രൊഫഷണൽ നാടകവും ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു അനുഭവം എന്താണ് എന്നൊന്ന് പങ്കുവെക്കുന്നത് ഏറെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. നമസ്കാരം. ഏത് നാടകത്തിനായാലും എല്ലാം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എല്ലാ നാടകങ്ങളും സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ നാടകം. നമ്മളൊക്കെ തന്നെ എല്ലാവരും നാടകപ്രവർത്തകർ എല്ലാ ചരിത്രത്തിലും ഉണ്ടാവും. എല്ലാവരും ഒരു കുട്ടികളുടെ നാടകമൊക്കെ കളിച്ചിട്ട് തന്നെയാണ് നാടകരംഗത്തേക്ക് വന്നിട്ടുണ്ടാവുക. ഞാനും അതുപോലെ തന്നെ കുട്ടികളുടെ നാടകമൊക്കെ ആയി ബന്ധപ്പെടുകയും പിന്നെ നാട്ടിൽ നാടകമായിട്ട് നന്നായി ഇടപെടുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എല്ലാ തരത്തിലുള്ള നാടകങ്ങളും കാണുമായിരുന്നു. ഞങ്ങളൊക്കെ സമയത്ത് എല്ലാ തരത്തിലുള്ള നാടകങ്ങളും കാണാനുള്ളൊരു അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോ നാടകവും തരുന്നത് ഓരോ തരത്തിലുള്ള കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ രീതിയിലാണ്. പിന്നെ നമ്മൾ പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നത് അതൊരു വേറെ ഒരു കൊമേഴ്ഷ്യൽ നാടകം, ഇത് തൊഴിൽ നാടകവുമായി ബന്ധപ്പെട്ട ഒരു ടൂറിങ് തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് കിട്ടുന്നത് കുറച്ചുകൂടെ വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ അമേച്ചർ നാടകത്തിൽ കിട്ടുമെന്ന് പറയുന്നത് വലിയൊരു സ്നേഹവും അതുണ്ടാക്കുന്നൊരു ആംബിയൻസ് വേറെയാണ്. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചതുകൊണ്ടാണ് എല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും അതുവരുമായിട്ടൊക്കെ അങ്ങനെയുള്ള എല്ലാവരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ എല്ലാ നാടക വേദിയിലും നിൽക്കാനുള്ള പ്രത്യേകിച്ചൊരു മുഴുവൻ സമയ നാടക പ്രവർത്തകർ എന്നുള്ള നിലയിൽ അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള നാടകങ്ങളുമായിട്ടും ഇടപെടേണ്ടി വരും. അതിഷ്ടമാണ്, അത് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഓരോ നാടകവും പറഞ്ഞതുപോലെ ഓരോ നാടകവും നമുക്ക് പറയാനുള്ള കാര്യം, നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യം, നമുക്ക് കുട്ടികളുടെ നാടകത്തിൽ നമ്മൾ വേറെ രീതിയിലാണ് പറയുന്നത്. ഓരോ നാടകവും വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നത്. ആ ഒരു വ്യത്യസ്തതയാണ് ഇങ്ങനെ ഈ എല്ലാ മേഖലകളും തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം. ശ്രീമതി കബനി വളരെ കൃത്യമായിട്ട് തന്നെ ഒരു സ്ത്രീ നാടക പ്രവർത്തക എന്ന രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു നാടക പ്രവർത്തകയാണ്. പലപ്പോഴും അക്കാഡമിക്കായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ നാടക അനുഭവത്തിനേക്കാളും വലിയ ഒരു അനുഭവത്തിൻ്റെ ഉൾക്കരുത്ത് കബനിക്ക് പങ്കുവെക്കാനുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എമച്വർ നാടകവേദികളിലൊക്കെ കൃത്യമായിട്ടും അഭിനേത്രി എന്ന രീതിയിൽ നാടക പ്രവർത്തനം ആരംഭിച്ച് എന്നാൽ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു അധ്യാപിക എന്ന് പറയുന്ന പരിവേഷമൊക്കെ മാറ്റിവെച്ച്
എൻ്റെ ജീവിതം നാടകമാണ് എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കബനി നാടകത്തെ അക്കാഡമിക്കായി പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ നാടകം പഠിച്ചിട്ടുള്ള, ഇപ്പോൾ അധ്യാപികയായിട്ടും നാടക പ്രവർത്തകയായിട്ടും സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന കബനിയുടെ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വലുതാണെന്നറിയാം. ചോദ്യം വളരെ കൃത്യമായിട്ടും കബനിക്ക് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്, എന്നാലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഊന്നൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന് എന്ന് പറയുന്നത്, പെൺ നാടക പ്രവർത്തകർ, സ്ത്രീ നാടക പ്രവർത്തകർ എത്രത്തോളം നമ്മളുടെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ എത്രത്തോളം നമ്മളുടെ നാടക പ്രവർത്തന മേഖല എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സ്വീകാര്യമായിട്ട് നിൽക്കപ്പെടുന്നുണ്ട് എന്ന ഒരു വിഷയം കൂടി കബനിയുടെ ഒരു അനുഭവത്തിൽ നിന്ന്, കാഴ്ചപ്പാടിൽ നിന്ന് അതും കൂടി ഒന്ന് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. KLF-ൻ്റെ ഈ ഒരു വേദിയിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കട്ടെ. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു അഭിനേത്രി എന്നുള്ള രീതിയിൽ നാടകത്തിലേക്ക് ആദ്യമായി വരുമ്പോൾ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. തെരുവ് നാടകത്തിലൂടെയാണ് ഞാൻ നാടകത്തിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നാടകത്തെക്കുറിച്ച് പറയുമ്പം നാടകത്തിൻ്റെ ഓഡിയൻസ് ഒന്നുകൂടെ ഒന്ന് ചിരിച്ചും ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഇമോഷൻ, മുഖത്ത് എക്സ്പ്രഷനൊക്കെ ഇട്ടൊന്നിരുന്നാൽ ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു മരിച്ച വീട്ടിൽ നിൽക്കുന്ന ഒരു എഫക്റ്റാണ് കൂടുതൽ വരുന്നത്. അതെന്തുകൊണ്ടോ എന്നറിയില്ല. ഒരു സിനിമയിലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇവിടെ വന്നിരുന്നു. ഞാൻ നാട്ടുകാരി ആയതുകൊണ്ടായിരിക്കും, ഗായത്രി ഒക്കെ വന്നിരുന്നപ്പോൾ കിട്ടിയിട്ടുള്ളൊരു സ്റ്റാർഡം ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതിന് അതൊന്നുമല്ല പറയണത്. പക്ഷേ എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്നിരുന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിൽ വാങ്ങലുകളാണല്ലോ. ഓക്കെ, പറയട്ടെ. തെരുവ് നാടകത്തിലൂടെയാണ് ഞാൻ നാടകരംഗത്തേക്ക് വരുന്നത്. അപ്പം ആ ഒരു അഗ്നി സൊസൈറ്റിക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ള ചിന്തയിലാണ് ശരിക്കും ഞാൻ നാടകം കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നത്. സ്ത്രീ നാടകവേദിയെക്കുറിച്ച് പറഞ്ഞു. സ്ത്രീകൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു മേഖലയാണ് നാടകം എന്ന് പറയുന്നത്. കോഴിക്കോട് ഒരുപാട് നാടക പ്രവർത്തകരുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, സംവിധായകരുണ്ട്, നാടകത്തെ നല്ല രീതിയിൽ പഠിച്ചിറങ്ങുന്ന പെൺകുട്ടികളുണ്ട്. ഞാൻ പഠിച്ചത് കാലടി സർവകലാശാലയിലാണ്. അവിടെ ഇപ്പോഴും നാടകത്തിന് ഏറ്റവും കൂടുതലുള്ളത് പെൺകുട്ടികളാണ് എന്നുള്ളത് ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ രത്തേട്ടൻ്റെ നാടകത്തിലൊക്കെ അഭിനയിച്ചതാണ്. ഏറ്റേറ്റ് മലയാളൻ, പിന്നെ പാവത്തന്നാട്, താജിൻ്റെ പാവത്തന്നാട്. ഈ നാടകത്തിലൊക്കെ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള പിന്നെ കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സിനിമയിൽ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്നതും അതാണല്ലോ. സ്ത്രീകളെ പല രീതിയിലും മോശപ്പെട്ട കഥാപാത്രങ്ങളായിരിക്കും ഒരു സീനിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നാടകത്തിൽ അങ്ങനെയല്ല. എപ്പോഴും ശാന്തേട്ടൻ്റെ നാടകങ്ങളായാലൊക്കെ, താജിൻ്റെ നാടകങ്ങളായാലൊക്കെ, എല്ലാ നാടകങ്ങളും, KT-യുടെ നാടകങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള നാടകങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എല്ലാ രീതിയിലും മുന്നിട്ടിറങ്ങുന്ന ഒരു രീതിയാണ് കോഴിക്കോട് കാണാനുള്ളത്. കോഴിക്കോട് മാത്രമല്ല, നാട്ടകിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള പയ്യന്നൂർ, കണ്ണൂർ, ആ ഭാഗത്തെല്ലാം സ്ത്രീകളുടെ ക്യാമ്പുകൾ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഞാൻ ശരിക്കും ഞെട്ടി. കാരണം 100 കണക്കിന് സ്ത്രീകളാണ് ഒരു ക്യാമ്പിൽ. 110 ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവരെ എന്താ പറയുക, നമുക്ക് അവരെ ക്ലാസ് എടുക്കുന്നതിനൊരു പരിമിതിയുണ്ട്. പക്ഷേ ഈ പരിമിതികളൊക്കെ മറികടന്ന് ഓവറോൾ അതിൻ്റെ എല്ലാ സെഷനിലും നമ്മുടെ അമ്മമാരായിട്ടുള്ള +2 പഠിക്കുന്ന കുട്ടികളടക്കമുള്ള ഒത്തിരി ആളുകൾ, കുടുംബശ്രീൻ്റെ മീറ്റിങ്ങിന് പോയിരുന്നിടത്ത് നോടി വരുന്ന അമ്മമാരൊക്കെ തന്നെ നാടകം കളിക്കാൻ ഇഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് നാടകം ചെയ്യണമെന്നും അതെങ്ങനെ ഡയറക്റ്റ് ചെയ്യും, ഒരു സീൻ എങ്ങനെ ബ്ലോക്ക് ചെയ്യും, നാടകത്തിൽ എങ്ങനെ ലൈറ്റ് ചെയ്യും എന്നൊക്കെ, എങ്ങനെ തിരക്കഥ ചെയ്തും ഒരു കഥയെ നമുക്ക് എങ്ങനെ നാടകമാക്കാം എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചുകൊണ്ട് ഓടി വരുന്ന ഒത്തിരി അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കോഴിക്കോട് നമ്മൾ അങ്ങനെ ഒരു നാടക ക്യാമ്പ്, സ്ത്രീകളുടെ നാടക ക്യാമ്പ് നടത്താനുള്ള ഒരു പരിപാടിയിലാണ്. താങ്ക് യു. ഓക്കെ, മനോജ് ഏട്ടാ, ഇപ്പം സ്ത്രീകളുടെ നാടകത്തെ പറ്റി കബനി കൃത്യമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ കുട്ടികളുടെ നാടകം എന്ന് പറയുമ്പം അത് വലിയ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. പലപ്പോഴും ഈ തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ തിയേറ്റർ എന്നൊക്കെ പറയുമ്പം കുട്ടികൾക്ക് ഏറ്റവും ആസ്വാദികരമായിട്ടുള്ള അനുഭവങ്ങൾ നൽകിക്കൊണ്ട് കുട്ടിയിലെ കലാകാരനെ, കുട്ടിയുടെ സർഗാത്മകതയെ അഡ്രസ്സ് ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. ഈ നാടക ക്യാമ്പുകളിൽ എത്തിപ്പെടുന്ന കുട്ടികൾ ഇപ്പം പഴയ കാലവും പുതിയ കാലവും ഒക്കെ കമ്പയർ ചെയ്യുമ്പം
എന്താണ് കുട്ടികളുടെ പുതിയ തലമുറയുടെ നാടകത്തോടുള്ള കാഴ്ചപ്പാട്? അപ്പം മനോജേട്ടൻ 20 വർഷം മുമ്പ് ഇതേപോലെ ക്യാമ്പുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ കുട്ടികളിൽ നാടകത്തോടുള്ള അവരുടെ ഒരു ആഭിമുഖ്യം എങ്ങനെയാണ്? എന്താണ് ഇവരെ ക്യാമ്പ് ചെയ്യുമ്പോൾ ഒരു ക്യാമ്പ് അനുഭവം എന്ന രീതിയിൽ മനോജേട്ടന് പറയാനുള്ളത്? കുട്ടികൾ എല്ലാ കാലത്തും 20 വർഷം മുമ്പ് ഇപ്പോൾ ഒരേപോലെ തന്നെയാണ്. കുട്ടികൾ നാടക ക്യാമ്പിൽ വരുന്ന കുട്ടികളാണ് പറയുന്നത്. അവർ വളരെ താല്പര്യത്തോടു കൂടിയാണ് വരുന്നത്. ചിലപ്പോൾ ആദ്യം നമ്മൾ നാടക ക്യാമ്പിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർ പിന്നെ നാടകത്തിൽ, അത് നാടക ക്യാമ്പിൻ്റെയും നാടകത്തിൻ്റെയും തന്നെ ഒരു പ്രത്യേകതയാണ്. ഒരു നാടകവുമായി ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നാടകത്തെ വിട്ടു പോകുന്നില്ല എന്നുള്ളത് നാടകത്തിൻ്റെ ഏറ്റവും വലിയൊരു, അതൊരു സ്നേഹത്തിൻ്റെ ഒരു കലയാണ് നാടകം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല ഒരിക്കലും. അപ്പോൾ എല്ലാ കാലത്തും കുട്ടികൾ വളരെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കുട്ടികളിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും നാടക ക്യാമ്പിൽ വന്ന കുട്ടികൾ ഒരിക്കലും അവർ നാടകത്തിനോട് മുഖം തിരിക്കുകയോ ഒന്നുമല്ല. അവർ വളരെ താല്പര്യത്തോടു കൂടി, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളായിട്ടാണ് നമുക്ക് കോഴിക്കോടനെ കാണാം. കോഴിക്കോടനെ എത്രയോ നമ്മുടെ ഇവിടെ ഇപ്പോൾ ആഴ്ചവട്ടത്തൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ ഒരുപാട് പേർ, അല്ലെങ്കിൽ ഇവിടെ നമ്മളെ കോഴിക്കോടൻ്റെ ഇപ്പോഴത്തെ ഒരു നാടകത്തിൻ്റെ യുവതലമുറ എന്ന് പറയുന്നത് മുമ്പ് നാടക ക്യാമ്പിലും ഒക്കെ പങ്കെടുത്ത്, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ കോഴിക്കോട് ഒരു 25 വയസ്സിൽ അല്ലെങ്കിൽ 26 വയസ്സിൽ താഴെയുള്ള ഒരു 10-15ഓളം ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ വളരെ ശക്തരായിട്ടുള്ള നാടക പ്രവർത്തകർ കോഴിക്കോടുണ്ട്. ഒരുപാട് പേര് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നിവേദ്, റെജിനാസ്, പാച്ചു, പിമാക്കോ തിയേറ്റർ മുമ്പുണ്ട്. ഇപ്പം എമിലും വിജേഷൊക്കെ മുമ്പ് വളരെ സജീവമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ലൈവായിട്ട് ചെയ്യുന്ന ഒരുപാട്, ഇപ്പോൾ ബിനീഷ്, ഒരുപാട് പേർ നാടകത്തിലെ ശ്രീജിത്ത്, അങ്ങനെ ഒത്തിരി പേർ ഈ കുട്ടികളുടെ നാടകവേദിയിലേക്ക് വരികയും വളരെ സജീവമായിട്ട് ഇടപെടുകയും അവർ വളരെ അവരുടേതായിട്ടുള്ള, ഇപ്പോൾ കവനി പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികളും ഇഷ്ടംപോലെ ഒരുപാട് കുട്ടികൾ നാടകരംഗത്തേക്ക് വളരെ ശക്തമായിട്ടുണ്ട്, നാടകത്തിൽ ഇടപെടുന്നുണ്ട്. അവർ ഇപ്പോൾ യുവജനോത്സവങ്ങളിലൊക്കെ അവർ ശക്തമായിട്ട് ഇടപെടുന്നു, അവർ നാടകം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ദേശീയ തലത്തിലുള്ള ശാസ്ത്ര നാടക മത്സരത്തിലൊക്കെ നമ്മുടെ കോഴിക്കോട്ടുള്ള പുതിയ കുട്ടികൾ ചെയ്തിട്ടുള്ള നാടകമാണ് ദേശീയത്തിൽ അംഗീകാരം കിട്ടിയിട്ടുള്ളത്. നമ്മളറിയാതെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മുമ്പ് ആ ഒരു ആഴ്ചവട്ടത്തിൽ നിന്നൊക്കെയുള്ള ആ ക്യാമ്പ്, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ വിജേഷിൻ്റെയും ഒക്കെ നേതൃത്വം നടന്ന ഒരുപാട് ക്യാമ്പുകൾ പങ്കെടുക്കുകയും അതുപോലെ പൂക്കാട് കലാലയത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ക്യാമ്പിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് കുട്ടികൾ അവരൊരിക്കലും നാടകത്തിൽ നിന്ന് മുന്നോട്ട് പോവുകയല്ലാതെ അവർ പിന്നോട്ട് പോയിട്ടില്ല. അവർ പിന്നെ നാടകം പഠിച്ചിട്ടുണ്ട്, വളരെ സീരിയസ് ആയി നാടകത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാലത്തും കുട്ടികൾ നാടക ക്യാമ്പിൽ വരുന്നത് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും വളരെ ഊർജ്ജത്തോടും കൂടി തന്നെയാണ്. അടുത്ത ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാവർക്കും ഒരേപോലെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഓരോരുത്തരുടെ അനുഭവ പരിസരത്തുള്ള കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ നാടകത്തിൽ എല്ലാ കാലത്തും കുട്ടികൾക്ക് നാടകത്തോട് താല്പര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുമ്പം കുട്ടികളുടെ നാടകം കേവലം നമ്മളുടെ മത്സര നാടകങ്ങളായിട്ട് ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു വലിയൊരു ചർച്ച നാടകത്തെ ഗൗരവമായി കാണുന്ന ആളുകളുടെ ഇടയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അപ്പം അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? ഇപ്പം നാടക ക്യാമ്പുകളിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അതിൻ്റെ അവസാനമായിട്ട് ഉണ്ടാവുന്നു. പക്ഷേ മത്സരം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ സർഗാത്മകതയെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കാഴ്ചപ്പാടൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടി എന്നുള്ളത്, ഞാനും കുട്ടിയായിരുന്നു, നമ്മളെല്ലാവരും കുട്ടികളായിരുന്നു. ഞാൻ ദേശഭൂഷണി എന്ന് പറഞ്ഞ ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അവിടെ നിന്നാണ് നാടകം എന്താണെന്നും നാടകം എങ്ങനെയാണെന്നും കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഉള്ളിലൊക്കെ ഒരു പഠിതാവുണ്ട്. ആ പഠിതാവാണ് ഈ കുട്ടികളായിട്ട് വളരുന്നത്. ഈ പുതിയ കാലത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പഷ്ടമാണ് കുട്ടികളുടെ നാടകവേദി. ഇപ്പോൾ കഴിഞ്ഞ നാടക മത്സരങ്ങൾ, യുവജനോത്സവ നാടക മത്സരങ്ങൾ, അത് വളരെ ശക്തമായി തെളിയിക്കുന്നതാണ്. കുട്ടികൾ ശരീരം കൊണ്ട് കാണിക്കുന്ന അഭിനയം, അല്ലെങ്കിൽ കുട്ടികൾ ശരീരം കൊണ്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ദൃശ്യഭാഷ, അത് വളരെ ചടുലമാണ്. ആ ചടുലത പുതിയ സംവിധായകരിലും അത് 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 ക്രിയേഷൻ എന്നുള്ള രീതിയിൽ അത് ചടുലമാണ്. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ മാസ്മരീയ ലോകമുണ്ട്. അത് കുട്ടികൾക്ക് വളരെ സ്വീകാര്യവുമാണ്. പുതിയ കുട്ടികളൊക്കെ എത്തിപ്പെടുന്നു അതാണ്, ആ കാഴ്ചപ്പാടിലേക്കാണ്.
പുതിയ കുട്ടികളുടെ നാടകം നമുക്ക് വളരെയധികം അനുഭവ സമ്പത്ത് നൽകുന്ന ഒന്നാണ്. ഒരു പക്ഷേ കാഴ്ചപ്പാടുകളിലുണ്ട്. കുട്ടികളെ വിദ്യാസമ്പന്നരാക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ വ്യക്തിപരമായിട്ട് വലിയൊരു നേട്ടമുണ്ടാക്കാൻ നാടകങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇപ്പം മനോജ് നേരത്തെ പറഞ്ഞു കൂട്ടായ്മ, അത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. കൂട്ടായ്മ അത് നാടകത്തിൻ്റെ വലിയൊരു സ്വഭാവമാണ്. ഭാഷകൾ മറന്ന് വേഷങ്ങൾ മറന്ന് കുട്ടികൾ ആടിത്തിമിർക്കുന്നതാണ്. അവരിൽ പലരുമുണ്ട്. നമ്മുടെ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണെങ്കിൽ എല്ലാ മതക്കാരും ആ നാടകത്തിൻ്റെ ശ്രേണിയിൽ വരുന്നവരാണ്. അവരൊന്നിച്ച് കളിച്ചും പാട്ടുപാടിയും അഭിനയിച്ചും സ്വന്തം ശരീരം മുഴുക്ക നാടക അരങ്ങിലെത്തിപ്പെടുമ്പോൾ അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു അരങ്ങിൻ്റെ അനുഭവമുണ്ട്. അത് വേറെ എവിടെയും കിട്ടുന്നില്ല. ഒരു ക്രിമിനൽ ആവാൻ ആ കുട്ടിക്ക് കഴിയില്ല. ഒരു മതത്തിൻ്റെ പിന്നാണയാവാൻ അവന് കഴിയില്ല. അതാണ് നാടകം പഠിപ്പിക്കുന്ന മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ശക്തമായ കുട്ടികളുടെ അനുഭവം. ഈ അനുഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നാടകം എപ്പോഴും കല എന്നുള്ള രീതിയിൽ ഓഡിയനുമായി നേരിട്ട് സംവേദിക്കുന്നതാണ്. അവനെ എല്ലാ രീതിയിലും വാക്കുകൾ ഉപയോഗപ്പെടുത്താൻ ശക്തനാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നാടകം വേറിട്ട് നിൽക്കുന്നതും നാടകം ഒരു പോരാട്ടത്തിൻ്റെ കഥയായി മാറുന്നു. വേറെ ഒരു കലാരൂപത്തിനും നാടകത്തെ പോലെ പോരാട്ടത്തിൻ്റെ ശബ്ദം ഉയർത്താൻ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നാടകം എപ്പോഴും കുട്ടികൾക്ക് കൂടി ബാധകമാണ്. കുട്ടികൾ ഉയർന്നു വരേണ്ടവരാണ്, അവരെ മുന്നോട്ട് നയിക്കുന്നതുമാണ് എന്നുള്ള വിചാരമാണ് എനിക്കുള്ളത്. ഇത് ചോദിച്ചത് എനിക്ക് തോന്നുന്നു ചേട്ടാ, കുട്ടികളുടെ നാടകം എന്തുകൊണ്ട് ഇതിൽ മാത്രം ഒതുങ്ങി പോകുന്നോ, മത്സരത്തിൽ അതും കൂടെ കണക്ട് ചെയ്ത് ഞാനൊന്ന് പറയാം. ഏറ്റവും എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ നാടക മത്സരം എന്ന് പറയുന്നത് ഇപ്പം ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഒക്കെയുള്ള അവരുടെ മത്സരം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വേദിയാണ്. അപ്പോൾ അവരുടെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ നമ്മുടെയൊക്കെ ഒരു ദേശീയ അവാർഡ് നൈറ്റൊക്കെ പോലെ ആയിരിക്കും അവരുടെ ഒരു എന്താ പറയുക ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഡ്രാമ ഫെസ്റ്റിവൽ പോലെ ആയിരിക്കും അവരുടെ ഒരു സബ് ജില്ലാ തലത്തിലുള്ള യൂത്ത് ഫെസ്റ്റിവലോ ജില്ലാ തലത്തിലും സ്റ്റേറ്റിലൊക്കെ ഉള്ളത്. അതിലൊരു സ്റ്റേജിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതയാത്രയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത്, അതിലൊരു ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിട്ടുള്ള ഒരു ആക്ടർ കിട്ടിയിട്ടുള്ള ഒരു നടൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അളക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അപ്പം എനിക്ക് ഇപ്പം ഒരു കഴിഞ്ഞ നാടകത്തിൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള നമ്മുടെ കോക്കല്ലൂർ ഹൈസ്കൂളിൻ്റെ നാടകത്തിൽ ആനകൾക്ക് പ്രാധാന്യം നൽകിയിട്ട് ആനകളുടെ ശബ്ദം കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ആ നാടകം കാണുമ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു ഇനി റെക്കോർഡഡ് ആണോ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്? പക്ഷേ ഓരോ സമയവും ആനയുടെ അലർച്ച ഉണ്ടാക്കുമ്പം കറക്റ്റ് ആനയുടെ ശബ്ദം ഇവരുടെ ഉള്ളിൽ നിന്ന് വരുവാണ്. അപ്പോൾ എത്ര സ്ട്രെയിൻ ആണെന്നറിയാമോ ആ ശബ്ദത്തിന്. അപ്പോൾ ഇവർ അത്രയും ദിവസത്തെ പരിശീലനത്തിലൂടെ ഇവർ സ്വയം മോൾഡ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ്, നാടകത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു കുട്ടി ഒരു കലാലയ ജീവിതത്തിൽ ഒരു നാടകത്തിലൂടെയെങ്കിലും കടന്നു പോകണം. രത്തേട്ടൻ പറഞ്ഞതുപോലെ അത് പ്രധാനമാണ്. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മോള് നടക്കാവ് സ്കൂളിൽ ഗേൾസിലാണ് പഠിക്കുന്നത്. അവൾ സ്കൂൾ തലത്തിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. പക്ഷേ ആ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ അധ്യാപകർ തയ്യാറായില്ല. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെയുള്ള സമയത്ത് സിൽവറീസ് പബ്ലിക് സ്കൂൾ പോലെയുള്ള വലിയ വലിയ സ്കൂളുകൾക്ക് മാത്രമേ അല്ലെങ്കിൽ ഏതെങ്കിലും മാഷ്മാർ ഒരുപാട് ആളുകൾ പൈസയൊക്കെ പിരിച്ചിട്ട് മാത്രമാണ് നാടകങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനും പ്രതിഭകളായിട്ടുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്താനും നടീനടന്മാരെയും നല്ല നാടകങ്ങളും കണ്ടെത്താനും നമുക്ക് സാധ്യമാവുന്നുള്ളൂ എന്നുള്ളതും കൂടെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അഭിനയിക്കാനും എല്ലാ കുട്ടികൾക്കും മത്സരിക്കാനുമുള്ള ഒരു ഇടം കൂടെ നമ്മളെല്ലാവരും ചേർന്ന് ഒരുക്കി കൊടുക്കണം അടുത്ത വർഷങ്ങളിൽ എങ്കിലും എന്ന് ഞാൻ പറയുകയാണ്. ഈ മത്സരത്തെക്കുറിച്ച് പറഞ്ഞു. മത്സരം എന്ന് പറയുന്നത് മത്സരിക്കുന്നത് ഇപ്പോൾ മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു നാടകവും മറ്റൊരു നാടകവുമായിട്ട് മത്സരിക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അത് വിധികർത്താക്കൾ ഇന്ന് 2 പേരിയ്ക്കുന്നു, നാളെ 2 പേരിയ്ക്കുമ്പോൾ ചിലപ്പോൾ മാറാം. പക്ഷേ അതിൻ്റെ ആത്യന്തികമായൊരു സന്ദേശം എന്ന് പറയുന്നത് മത്സരമൊന്നുമല്ല. പക്ഷേ വളരെ ഗൗരവത്തോടു കൂടി വളരെ സീരിയസ് ആയി ചെയ്യാനുള്ള ഒരു സ്പേസാണ് കമ്പനിയൊക്കെ പറഞ്ഞതുപോലെ കുട്ടികളുടെ നാടകവേദി എന്ന് പറയുന്നത്. വളരെ പിന്നെ അതിൽ മാറ്റം വരേണ്ടത് എനിക്ക് തോന്നുന്നത് ഇപ്പം മിത്തു ടീച്ചർക്കൊക്കെ അതിൽ ഇടപെടാൻ പറ്റും തോന്നുന്നു. ഇപ്പോഴും ആ ഒരു പഴയ ഫോർമാറ്റിലാണ് ഉള്ളത്. ഇപ്പോൾ 7 കുട്ടികളാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. എന്തുകൊണ്ട് ഒരു 10-15 കുട്ടികൾക്ക് നാടകത്തിൽ അഭിനയിച്ചുകൂടാ? അത്തരം മാറ്റങ്ങളാണ് കുട്ടികളുടെ നാടകവേദിയിലൊക്കെ. മറ്റെല്ലാ യുവജനോത്സവ വേദികളിലെ എല്ലാ ഐറ്റത്തിലും 14-15 പേരൊക്കെ ഉണ്ട്. വളരെ കുട്ടികൾ ഈ ഒരു അനുഭവം നാടകം കളിക്കുക എന്നുള്ളൊരു അനുഭവം ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു 10-15 പേരൊന്നും ആയാൽ ഒരു ബുദ്ധിമുട്ടില്ല. കുട്ടികളെ നാടകവേദിയിൽ അങ്ങനെ
ഈ 7 പേരെ വെച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ രത്നാരേട്ടൻ പറഞ്ഞു അതിൻ്റെ ഒരു നാടകത്തിൻ്റെ ഒരു ദൃശ്യം അതൊക്കെ മാറിയൊരു കാലത്ത് ഈ 7 കുട്ടികളല്ല വേണ്ടത്, ഒരു 10-20 കുട്ടികളോ ഈ നാടകവേദിയിൽ ഓരോ യുവജനോത്സവ വേദിയിലും ഓരോ നാടകത്തിലും അഭിനയിക്കുന്ന ഒരു രീതിയിലേക്ക് നാടകം മാറണം. അതെ അതെ മനോട്ടാ, തീർച്ചയായും അങ്ങനെയാണ് ഈ നാടകത്തിലേക്ക്. അപ്പോൾ കുട്ടിക്ക് അവസരങ്ങൾ ഉണ്ടാവും, കുറേ കുട്ടികൾക്ക് കൂടെ അവസരങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കുട്ടിയെ കിട്ടുക എന്ന് പറയുന്നത്, അതുകൊണ്ട് കൂടുതൽ കുട്ടികളെ ഈ മത്സരത്തിലപ്പുറം നാടകത്തിലേക്ക് കൊണ്ടുവരാനും അങ്ങനെയൊക്കെയാണ് മത്സരത്തിന് വേണ്ടത്. ആ ഒരു രീതിയിലുള്ളൊരു ആലോചന നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഇതിനോട് കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു, അതായത് പെൺകുട്ടികൾ നാടകത്തിൽ സജീവമാണ്, കബനീന അനുഭവത്തിലാണെങ്കിൽ മനോജേട്ടൻ അനുഭവത്തിലൊക്കെ ആണെങ്കിലും. പക്ഷെ നമ്മൾ നിരീക്ഷിക്കുമ്പം പലപ്പോഴും ഹൈസ്കൂൾ നാടകങ്ങളിലാണെങ്കിലും സ്കൂൾ നാടകങ്ങളിലാണെങ്കിലും ക്യാമ്പസ് നാടകങ്ങളിലാണെങ്കിലും ശക്തമായിട്ടുള്ള പെൺകുട്ടികളുടെ സാന്നിധ്യമുണ്ട് വളരെ കൃത്യമായിട്ട്. ഇപ്പോൾ നമ്മൾക്ക് സമ്മാനം കിട്ടുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള നാടകങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ പെൺകുട്ടികളുടെ കൃത്യമായിട്ടുള്ള സാന്നിധ്യം നാടകത്തിൽ കൃത്യമായിട്ടാണ് ഉണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് നാടകത്തെ ഗൗരവമായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ നാടകയാത്രയിൽ മുന്നോട്ട് പോകാനോ അത്രമാത്രം ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾ തയ്യാറാവുന്നുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു നിരീക്ഷണം മാത്രമാണ് ഞാൻ പങ്കുവെക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് അതൊരു സിനിമയാണെങ്കിൽ അതിന് വേറൊരു ട്രാൻസിഷൻ ഉണ്ടാവുന്നു എന്ന് തോന്നുന്നു. ഇപ്പം എല്ലാവരും തന്നെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം എൻ്റെ നിരീക്ഷണം ഒരുപക്ഷെ തെറ്റായിരിക്കാം. എന്നാലും എന്താണ് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ളത്? സത്യമാണ് മിത്തു. നാടകത്തിലേക്കൊരു പെൺകുട്ടി വരിക എന്ന് പറയുമ്പോൾ ഇന്ന് കുറേയൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിലും നാടകത്തിലേക്കൊരു പെൺകുട്ടി വരിക എന്ന് പറയുമ്പം പലപ്പോഴും രക്ഷിതാക്കൾ എന്നെ തടഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിലുള്ള അച്ഛനും അമ്മയല്ല, കുടുംബത്തിനപ്പുറം നാടകം എന്ന് പറയുന്നത് ചീത്തയാണ്, അതിലോട്ട് പോവരുത്, പിന്നെ ഒരു നാടകക്കാരി നടി എന്നുള്ള ഒരു ഇതിലാണ് നിങ്ങൾ അറിയപ്പെടുക, അതുകൊണ്ട് അത് വേണോ എന്ന് എൻ്റെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അച്ഛനൊരു സാമൂഹ്യ പ്രവർത്തകനായതുകൊണ്ട് നാടകം സാമൂഹ്യ വിമർശനത്തിനുള്ള കരുത്തുറ്റ ആയുധമാണെന്നൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യം ഉള്ളതുകൊണ്ടും ഞാൻ നാടകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ പ്രോത്സാഹനമാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് അതിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ക്യാമ്പസ് നാടകങ്ങളാണ് അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോടാണെങ്കിൽ ശാന്തേട്ടൻ്റെ നാടകങ്ങളൊക്കെ അതിന് ഭയങ്കരമായിട്ട് പ്രചോദനം നൽകിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ക്യാമ്പസ് നാടകങ്ങൾ ഒത്തിരി ഞാൻ കാണുന്നു. ഇപ്പം പിന്നെ വിജയശേട്ടനും ഞാനും ഗുരുവായൂരപ്പൻ കോളേജിൽ നാടകം ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു 5 പെൺപിള്ളേരെ വെച്ചിട്ട് 5 പെൺപിള്ളേർ നാടകത്തിൽ തന്നെയുണ്ട്. സ്ത്രീപക്ഷ നാടകമാണ് അത് ചെയ്യുന്നത്. പിന്നെ കൂടുതലും ഞാനിപ്പോൾ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. പുരുഷോത്തമൻ സാർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. സാർ ഇത്രയും വർഷം അവിടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി കുട്ടികളിലോട്ട് കടന്നു ചെല്ലാൻ. അവിടെയൊക്കെ തിയേറ്ററിൻ്റെ ഒരു കൾച്ചർ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 37 കുട്ടികളൊക്കെ വെച്ചിട്ടാണ് ഞാൻ അവിടെ നാടകം ചെയ്യുന്നത്. കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് അതിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ്. ഈ കുട്ടികളൊക്കെ നാടകം കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് അടുത്ത സ്റ്റേജിൽ ഞാൻ മിസ് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നാടകത്തിൻ്റെ എനർജി നമുക്ക് കുട്ടികളിലോട്ട് എത്തിക്കാൻ പോകുന്നത് കൂടുതലും പിന്നെ എക്സ്പ്രഷൻസ് കൂടുതൽ വരുന്നത് പെൺകുട്ടികളിലാണ് എന്നുള്ളതൊരു വലിയ ഒരു ഇതുണ്ട്. അപ്പം അവരതെന്തായാലും നെഞ്ചോട് ചേർക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഒരു വെള്ളി വെളിച്ചമാണ്. അതിൽ പകച്ചു നിന്ന് പോയാൽ അതവിടെ അറിയാലോ, അതിൻ്റെ ഒരു സ്റ്റാഡം അല്ലെങ്കിൽ അതിൻ്റെ കാശ്, അതിൻ്റെ അറിയപ്പെടുന്നത് ഭയങ്കര ഫേമസ് അല്ലേ. ആ ഫെയിം എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പക്ഷേ നാടകത്തിൽ വരുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് കൃത്യമായ നിലപാട് അവർക്കുണ്ടാവും എന്നുള്ളതാണ്. അവർ മറ്റൊന്നിലോട്ടും അതു എൻ്റെ സ്റ്റുഡൻ്റ്, എൻ്റെ വിഷയൻ്റെ സ്റ്റുഡൻ്റ് ആണ്, ഗിരീഷ് കളത്തിൻ്റെ മകനാണ് അതു. അവനിപ്പം സ്വന്തമായിട്ട് നാടകം ചെയ്യാനും സിനിമകൾ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യാനും സ്വന്തമായിട്ട് നാടകത്തിൻ്റെ തിരക്കഥകൾ എഴുതാനൊക്കെ അവരും തുടങ്ങി. അവൻ്റെ അനിയൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെ നമ്മൾ കുഞ്ഞിൽ പഠിപ്പിച്ചു എന്നല്ലാതെ ഇപ്പോൾ അവർ സ്വയം ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ട് അവർ മാറുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കൃത്യമായ നിലപാട് സൂക്ഷിക്കാൻ നാടകത്തിൽ ഉള്ള നടികൾക്കും നടന്മാർക്ക് എല്ലാവർക്കും സാധ്യമാവുന്നുണ്ട്. അത് അവരുടെ ജീവിത കാഴ്ചപ്പാടിൽ ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട്. അവർ സിനിമകളിൽ എത്തിപ്പെട്ടാലും നാടകത്തെ എന്നും നെഞ്ചോട് ചേർക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ ഛന്ദസ്, ഇപ്പോൾ ബാബുട്ടൻ നല്ല ഒരുപാട് നാടകങ്ങൾ എഴുതിയിരുന്നു. അപ്പോൾ ബാബുട്ടൻ മകനെ നാടകത്തിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഛന്ദസ് ഇപ്പോൾ നല്ല നാടകങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നാടകത്തിലേക്ക് ഈ പെൺകുട്ടികൾ വരുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. കുറേയൊക്കെ വരുന്നുണ്ട്. ഈ കമ്പനി പറഞ്ഞതുപോലെ അങ്ങനെ ചിലപ്പോൾ നാടകത്തിനോടുള്ള ഒരു വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ചില വളരെ ശക്തമായ നിലപാട് കൊണ്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഒരു വലിയൊരു സംഘം കേരളത്തിൽ ഉണ്ടായിട്ട് വരുന്നുണ്ട്.
വളരെ ശക്തമായിട്ട് ഒരു സ്ത്രീ നാടകവേദി എന്നുള്ള അപ്പുറം അങ്ങനെയൊന്നല്ലാതെ സ്ത്രീ പുരുഷനൊന്നും അല്ലാതെ ഒരു ശക്തമായൊരു ചെറുപ്പക്കാരുടെ ഒരു വലിയ നാടകവേദി ഇങ്ങനെ അതിൻ്റെ ഒരു കുറച്ച് കഴിയുമ്പോഴേക്ക് അതിൻ്റെ കൃത്യമായൊരു റിസൾട്ട് നമുക്ക് കിട്ടും. വലിയ ശക്തമായിട്ടുള്ളൊരു കേരളത്തിലുടനീളം വരുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. എല്ലാ സ്ഥലത്തും കാണുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂർ നോക്കിയാൽ ഇപ്പോൾ നിഖിൽ ദാസിൻ്റെയൊക്കെ നാടകങ്ങൾ മുഴുവനും ചെറുപ്പക്കാരാണ്, പെൺകുട്ടികളും അല്ലേ, എല്ലാം അങ്ങനെ വലിയ തിരുവനന്തപുരത്ത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ രൂപപ്പെടുന്നുണ്ട്. അത് നല്ല മാറ്റം തന്നെയാണ്. ചെറുപ്പക്കാർ നമ്മളെ കോഴിക്കോടും അതുപോലെ വളരെ ശക്തമായിട്ട് അങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് നാടകവേദി എത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. പിന്നെ നമ്മൾ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ വളരെ സ്കൂളുകൾ തന്നെ ഉണ്ട്. അങ്ങനെ വളരെ ഇപ്പോൾ കോക്കല്ലൂർ സ്കൂൾ പറഞ്ഞു, ഇപ്പോൾ മേമുണ്ട സ്കൂൾ, തിരുവങ്ങൂർ സ്കൂൾ. ഇപ്പോൾ മേമുണ്ട സ്കൂൾ എൻ്റെ നാട്ടിലുള്ള സ്കൂളാണ്. അപ്പോൾ അവിടെ സുനിൽ ജീവക് എന്ന് പറയുന്നൊരു വലിയ നാടക പ്രവർത്തകൻ 25 വർഷം തുടർച്ചയായി നാടകം ചെയ്തു. ഒരു സ്കൂളിൽ 25 വർഷം, ചിലപ്പോൾ ഒരു അധ്യാപകൻ വർക്ക് ചെയ്യുന്നത് 25 വർഷമായിരിക്കും, അല്ലെങ്കിൽ 30 വർഷമായി. പക്ഷേ അദ്ദേഹം 25 വർഷവും ആ സ്കൂൾ നാടകം ചെയ്തു എന്ന് പറയുന്നത് ഏറ്റവും വലിയ അതിലും വലിയ കാര്യമല്ലേ. അതുപോലെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എല്ലാവരും നാടകത്തിലേക്ക് വരുന്നുണ്ടെന്നുള്ളതിന് നല്ല കാര്യം. ഇത് ഒക്കെ ഉണ്ടാക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ്മയുടെയും ഒരു സ്നേഹത്തിൻ്റെ ഇടപെടലും കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ പഴയ കാലങ്ങളുടെ ചരിത്രമൊക്കെ ഇവിടെ രത്നാകരേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു. എന്നാലും നാടക സമിതികൾ വളരെ ശക്തമായിരുന്ന ഒരു കാലഘട്ടം യഥാർത്ഥത്തിൽ നമ്മളെ കേരളത്തിൻ്റെ നാടക ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പം മനോജേട്ടൻ തന്നെയാണെങ്കിൽ ഇപ്പോൾ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് കാണുകയും അതിനെ സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ ഇപ്പം നമ്മളെ കലാസമിതികൾക്കൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? ഇപ്പം നമ്മളെ കൂട്ടായ്മകൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞപ്പെടുന്നതിൽ നിന്നാണ് ഈ ഒരു ചിന്ത ഞാൻ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മളെ കലാസമിതികളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ പഴയതിൽ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ എന്താണ് മനോജേട്ടൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നുന്നത്? നാടകങ്ങൾ ഇപ്പോൾ പ്രൊഫഷണൽ നാടകമാണെങ്കിൽ നാടകം അത്യാവശ്യം നന്നായി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരു 150-150ഓളം പ്രൊഫഷണൽ നാടക ഫെസ്റ്റിവലുകളുണ്ട് ഇപ്പോൾ കേരളത്തിൽ. പക്ഷേ നമുക്ക് പറയാനെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അതിനൊരു കാരണം എന്ന് പറയുന്നത്, മുമ്പ് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം രത്നാകരേട്ടൻ ഒരു 100-400ഓളം ഇല്ലേ ഒരു ഫൈൻ ആർട്സ് സൊസൈറ്റികളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. വളരെ ഗൗരവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഫൈൻ ആർട്സ് സൊസൈറ്റികളുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള ഒരുപാട് സംഘങ്ങൾ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ നിശ്ചലായിട്ടുണ്ട്, കേരളത്തിൽ നിശ്ചലായിട്ടുണ്ട്. അന്ന് ഇപ്പോൾ എൻ എം പിള്ളയുടെ നാടകങ്ങളും KPSCയുടെ നാടകങ്ങളൊന്നും അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ കളിക്കേണ്ട ആവശ്യമില്ല. 2 കൊല്ലം ഇങ്ങനെ തന്നെ വളരെ ശക്തമായിട്ട് കളിക്കാം. പക്ഷേ ഇപ്പോൾ ഈ നാടകവേദിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നാടകത്തിൻ്റെ വേദി, ഈ പ്രൊഫഷണൽ നാടകത്തിൻ്റെ വേദി എന്നൊക്കെ പറയുന്നത് ക്ഷേത്രങ്ങളിലും പള്ളിയിലുമൊക്കെയാണ്. അപ്പോൾ അവിടെ കളിക്കാൻ പറ്റുന്ന നാടകത്തിന് എന്തുണ്ട്, ഒരു പരിമിതിയുണ്ട്, കൃത്യമായിട്ടുണ്ട്. പക്ഷേ അതിലപ്പുറം കുറച്ച് വേദികളൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ ആ പഴയൊരു അവസ്ഥയിലേക്കൊക്കെ ഇനിയും ഈ നാടകത്തെ കളിപ്പിക്കാൻ ഏറ്റെടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി സമൂഹം ചെയ്യേണ്ടതുണ്ട്. നാടകം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നാടകം രൂപപ്പെടുത്തുന്നത് ഇപ്പോൾ അമേച്ചർ നാടകവേദിയും അതിൻ്റെ ഒരു പ്രതിസന്ധിയുണ്ട്. അതായത് കഴിഞ്ഞ വർഷം തന്നെ സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ 25ഓളം നാടകങ്ങൾ പ്രൊഡക്ഷൻ ഉണ്ടായി. ആ നാടകങ്ങൾ എത്ര കളിച്ചു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ആ കളിക്കാനുള്ള വേദികൾ ഇല്ലാതാവുന്നു എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം പ്രതിസന്ധികൾ ഉണ്ട്. മുമ്പ് കളിക്കുന്നത് പോലെ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രതിസന്ധി ഉണ്ട്. അതിനോട് ചേർത്ത് വെച്ച് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് മനോജേട്ടാ, അതറിയാനുള്ളൊരു കൗതുകം കൊണ്ടാണ്. ഇപ്പം നമ്മളുടെ പഴയ നാടകങ്ങളുടെ ഒരു റീവേർഷൻ ഇപ്പോൾ വന്നു തുടങ്ങുന്നതിൻ്റെ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ KPSC നാടകങ്ങളൊക്കെ തന്നെയാണെങ്കിലും പഴയ നാടകങ്ങളുടെ ഒരു റീമേക്ക് എന്ന രീതിയിലേക്ക് ഇപ്പോൾ സിനിമയിൽ നമ്മൾ അത്തരം പ്രതിഭാസങ്ങൾ കണ്ടിട്ട്, അപ്പം ഇപ്പം ആനുകാലികമായിട്ട് സംവദിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു എന്ത് ചിന്തയിലാണ് നമ്മൾ അതങ്ങനെ റീവേർഷൻ്റെ ഒരു സാധ്യത ഇപ്പം എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പം 1-2 നാടകങ്ങൾ അങ്ങനെ തുടർച്ചയായി വന്ന് കണ്ടതുകൊണ്ടാണ്, മനോജേട്ടൻ തന്നെ അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പം അത് പിന്നെ KPSC ഒക്കെ നാടകം അവരെ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ഏത് നാടകം എടുക്കണം എന്നൊക്കെ. ഇപ്പം ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്നത് വീണ്ടും വർക്ക് ചെയ്തു. ഇപ്പോൾ ആ നാടകം വർക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് തുബുൽ ബാസി സാറിൻ്റെ ജന്മശതാബ്ദി വർഷമായി ബന്ധപ്പെട്ടിട്ടാണ് ആ നാടകം വീണ്ടും ചെയ്തിട്ടുള്ളത്. പിന്നെ പൊതുവേ നമ്മുടെ നോവലുകളൊക്കെ നാടകമാക്കുന്ന ഒരു രീതി ഉണ്ട്. അപ്പോൾ അത് അവരാണ് ഏത് നാടകം വേണം തീരുമാനിക്കുന്നത്. അല്ലാത്ത നാടകങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ആക്ഷേപം വളരെ ശക്തമായിട്ടുണ്ട്. അത് ഉണ്ട്. അല്ലാതെ പുതിയ നാടകങ്ങൾ
പുതിയ നാടകങ്ങളിപ്പം പുതിയ നാടക കൃത്തുക്കളെ ക്ഷണിക്കുകയും 10-50ഓളം നാടകങ്ങളൊക്കെ അവിടെ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നാടകങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഒരു പുതിയ നാടകങ്ങൾ. പിന്നെ നാടകത്തിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് അത് കഥയായാലും നോവലായാലും അത് നാടകത്തിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മളൊരു നോവലിനെ നേരിട്ട് നാടകമാക്കുകയൊന്നും ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ നാടകത്തിൻ്റെ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത് നാടകത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ ടെക്സ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ കാലത്ത് നാടകം അവതരിപ്പിക്കുമ്പോൾ, ഇപ്പോൾ കാളിദാസനെ കുറിച്ച് നാടകം അവതരിപ്പിക്കുമ്പോൾ ഈ കാലത്ത് എന്തിനാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളൊരു വ്യാഖ്യാനം എന്തായാലും ആ നാടകത്തിൽ, ഏത് നാടകത്തിലും ഉണ്ടാകും. ഓക്കെ, പലപ്പോഴും പറയപ്പെടുന്നത് ഇപ്പം നമ്മളുടെ ചുറ്റുമുള്ള നാടക പ്രവർത്തകരെ നോക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടം പോലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ അഭിനയിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷേ നാടകം എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഗൗരവത്തിൽ കാണുമ്പോൾ അതിൻ്റെ സംഘാടകരുടെ അഭാവം അല്ലെങ്കിൽ ഇത് സംഘടിപ്പിക്കുന്ന ആളുകളുടെ അഭാവം യഥാർത്ഥത്തിൽ പുതിയ പ്രൊഡക്ഷന് ചാലഞ്ച് ആവുന്നുണ്ടോ? എന്താണ് ഇപ്പം എല്ലാവരും തന്നെ സ്വന്തമായി ഡയറക്റ്റ് ചെയ്യുകയും നാടകത്തോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പാനലിലുള്ള എല്ലാവരും തന്നെ. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ചാലഞ്ചാണോ നമ്മളുടെ കാലത്ത്? എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് കൂടുതൽ ഗൗരവമുള്ള പ്രൊഡക്ഷൻ നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട്, അതിലും യാതൊരു തർക്കവുമില്ല, എന്നാലും ഒരു വലിയൊരു ബഡ്ജറ്റ് പ്രൊഡക്ഷനിലേക്കോ കൂടുതൽ കാണികളെ എത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കോ എത്തുന്നതിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ എന്താണ് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രയാസം എന്നും കൂടി പങ്കുവെച്ചാൽ നന്നായിരിക്കും. തീർച്ചയായും സംഘാടനം എന്നുള്ളത് പുതിയ കാലത്ത് വലിയ പ്രയാസമുണ്ട്. പ്രയാസം നിറഞ്ഞാണ് നാടകത്തിന് പ്രത്യേകിച്ചും. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ ഒരു നാടകം തയ്യാറാക്കാൻ കണ്ണൂരിൽ, കാസർഗോഡുള്ള ഒരു ടീമാണ് തയ്യാറായത്. പക്ഷെ അവരതിനനുഭവിച്ച ഒരു വല്ലാത്തൊരു പ്രശ്നമുണ്ട്, വിഷമമുണ്ട്. ആ വിഷമത്തിൽ നിന്ന് പിന്നീട് തരണം ചെയ്തു. കുറച്ച് കളി കളിച്ചപ്പം കൂടുതൽ രൂക്ഷമായി. പിന്നീട് വീണ്ടും കളിക്കപ്പെട്ടപ്പോഴാണ് അവർക്കത് തയ്യാറാക്കിയ സമ്പന്നത തന്നെ മുതലാക്കാൻ കഴിഞ്ഞത്. കാരണം ഒരു നാടകം രംഗത്ത് ഇത്തരം ബൃഹത്തായൊരു നാടകം സ്വാഭാവികമായിട്ടും മാറ്റപ്പെടേണ്ടതാണ്. മാറ്റപ്പെടാനുള്ള വഴികളാണ് ഈ രീതിയിൽ ഖസാക്കിൻ്റെ ഇതിഹാസം പോലുള്ള വലിയ സംഘം ഉണ്ടാക്കിയെടുക്കുന്ന വലിയ വിപുലീകരിച്ച നാടകങ്ങൾ. ആയിരക്കണക്കിന് രൂപ ടിക്കറ്റ് എടുത്ത് നാടകം കാണാൻ സമ്പന്നതയോടുകൂടി ആൾക്കാർ എത്തി എന്നുള്ളതാണ്. അത് ഇവിടെ കോഴിക്കോട് തന്നെ 3 ദിവസം ഒരു മെഡിക്കൽ കോളേജിൽ കളിച്ചപ്പോഴും 3 ദിവസം കൃത്യമായിട്ടും അതിന് ആൾക്കാർ എത്തിപ്പെട്ടു. അപ്പോൾ നാടകം കാണാൻ കാണികളില്ലായിട്ടല്ല, സംഘാടകർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസം നിറഞ്ഞ കാര്യമാണ്. കാരണം പുതിയ കാലത്ത് ഒരു നാടകം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ലക്ഷക്കണക്കിന് ഉറുപ്പ്യ. ഇപ്പം ഞാൻ ഇപ്പോൾ അക്കാദമിക് ലെവലിൽ 2 ലക്ഷം ഉറുപ്പ്യ നൽകി, 1 ലക്ഷം ഉറുപ്പ്യയാണ് നാടകത്തിന്. അതിനുവേണ്ടി ഞാനൊരു നാടകം ചെയ്തു. കാളിദാസനായിട്ട് ബന്ധപ്പെടുന്നതാണ്. കാളിദാസൻ്റെ കൃതികളും കാളിദാസൻ്റെ ജീവിതവും ഈ കാലവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചെയ്തത്. അതുപോലും 1 ലക്ഷം ഉറുപ്പ്യയിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് നാടക രംഗത്ത് അവതരിപ്പിക്കുക എന്നുള്ളത്. കുട്ടികളെ നേരത്തെ നമ്മൾ പറഞ്ഞു, കുട്ടികളെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വളരെ ശക്തമായിട്ട് കേരളത്തിൽ നാടകത്തോട് പ്രതിബദ്ധതയോടുകൂടി നാടകം അവതരിപ്പിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഇപ്പം മനോജ് പറഞ്ഞ കുട്ടികൾ തന്നെ വളരെ ശക്തമായി ഈ നിലപാടുകൾ എടുത്തുകൊണ്ട് പുതിയ നാടകം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സംഘാടനമാണ് ഇല്ലാത്തത്. പഴയ കലാസമിതി പ്രസ്ഥാനം കേരളത്തിൽ വയററ്റ് പോയി. പുതിയ എന്തോന്ന് വരണം, നാടകം കേരളത്തിൽ വിഭിന്നമായ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ പറഞ്ഞാൽ ശരിയാണ്. പുതിയ കാലത്ത് നാടകം വേണമെന്നില്ല, പുതിയ എന്തെങ്കിലും വരണം. പക്ഷേ ആ വരണമെങ്കിൽ അതിനുള്ള ഇതുമാതിരി തന്നെ കലാസമിതികളുള്ള പ്രസ്ഥാനം മാതിരി വേറെന്തോ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഉടലെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് നാടകപ്രവർത്തനങ്ങളുടെ നിലയിൽ ഞങ്ങൾ. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ തിയേറ്റർ ഫെസ്റ്റിവൽസ്, അതേപോലെ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ചർച്ചകൾ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ നാടക പ്രവർത്തകരുടെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഒരു ഫിലിം ഫെസ്റ്റിവലിന് കിട്ടുന്ന അത്രയ്ക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ലൈം ലൈറ്റിന് കിട്ടുന്നതിൻ്റെ ഒരു ഗ്ലാമർ ഒന്നുമില്ലെങ്കിലും ഈ തിയേറ്റർ ഫെസ്റ്റിവലിനെ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കാണുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സ്വാംശീകരിക്കാൻ ആഗ്രഹിക്കുന്ന നാടക പ്രവർത്തകരുണ്ട്. അപ്പം ഇത് എത്രത്തോളമാണ് ഈ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലൊക്കെ നമ്മളുടെ ഇന്നത്തെ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നാടകങ്ങളെ സ്വാധീനിക്കുന്നത്? ഇപ്പം നിങ്ങളത് കാണുന്നവരായിരിക്കും, നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾ പുതിയ പ്രൊഡക്ഷൻസ് രൂപീകരിക്കുന്നവരായിരിക്കും. എത്രത്തോളം അത് നമ്മളുടെ
ഇപ്പം കണ്ടംപററി ആയിട്ടുള്ള കേരള തിയേറ്റർ പ്രാക്ടീസസിനെ സ്വാധീനിക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നത് ഒരു ഫിലിം ഫെസ്റ്റിവലിനുള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ പങ്കെടുക്കുകയും ആസ്വാദകർ കൂടുതലുള്ളതും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഫെസ്റ്റിവലാണ് തിയേറ്റർ ഇൻ്റർനാഷണൽ ഡ്രാമ ഫെസ്റ്റിവൽ. അത് നമ്മളിവിടെ ഇരുന്ന പോലെ ഒന്നും കാണില്ല. പക്ഷേ തൃശ്ശൂർ നടക്കുന്ന ഇറ്റ്ഫോക്ക് എന്ന ഫെസ്റ്റിവൽ, അതിൽ ആളുകളുടെ കുത്തൊഴുക്ക് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരേ മനസ്സായിട്ട് ആളുകൾ ഇരുന്ന് നാടകം കാണുന്നു. അതുപോലെ അതിൻ്റെ എല്ലാ ഫങ്ഷനും, അതിൻ്റെ ഫൈനൽ സെഗ്മെൻറ്റിലൊക്കെ ഉണ്ടാകുന്ന മ്യൂസിക് പരിപാടികൾ, അത് ഇത് എല്ലാറ്റിലും ആളുകൾ വരിക്ക് നിന്നാണ് അവർ പിന്നെ ടിക്കറ്റ് എടുക്കുന്നത്. വരിക്ക് നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വരിക്കുന്നത്. അന്ന് നമ്മളതിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് നാടകത്തോടുള്ള ലൈവ് പെർഫോമൻസിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയതിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഞാൻ ഡൽഹിയിൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ NSDയിലൊക്കെ ഒരു 4 വട്ടം തുടർച്ചയായിട്ടൊക്കെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പോകാനും അവിടെ നാടകം അവതരിപ്പിക്കാനുമുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പല സംഘങ്ങളുടെ കൂടെയും ഹോസ്റ്റ് ഓഫ് തിയേറ്ററിൻ്റെ ബാനറിലൊക്കെ മിനി IG-യുടെ റോഷേട്ടിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ ആണ് എനിക്ക് സത്യമായിട്ടും ഒരു ഇൻ്റർനാഷണൽ ഡ്രാമ ഫെസ്റ്റിവലിൻ്റെ ഒരു കാഴ്ച കിട്ടിയത്. അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ ചെറുതിലാണ്, അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേരളത്തിലെ എൻ്റെ ജനങ്ങൾക്ക് കൂടെ ഇത്തരം ഒരു കാഴ്ച കിട്ടിയിരുന്നെങ്കിലെന്ന്. അതാണ് ഇറ്റ്ഫോക്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു പിന്നെ ബാനറിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം സ്കൂൾ ഓഫ് ഡ്രാമ വെച്ചിരുന്ന ഒരു തിയേറ്റർ ക്യാമ്പ്, അതിൻ്റെ ഭാഗമായിട്ടൊരു ഇൻ്റർനാഷണൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. അനുരാധ കപൂർ മാമിൻ്റെ ഒരു സെഷനിൽ ഞാനത് പങ്കെടുത്തിരുന്നു. ഞാൻ ഡയറക്ഷനായിരുന്നു എടുത്തിരുന്നത് ആ ക്യാമ്പിൽ. അപ്പം ആ സെഗ്മെൻറ്റിലൊക്കെ നസ്രുദ്ദീൻ ഷായൊക്കെ പങ്കെടുത്തിരുന്നു. നമുക്ക് എന്താ പറയുക, ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു ടീച്ചേഴ്സിനെ പോലും നമുക്ക് കിട്ടുന്ന രീതിയിൽ സ്കൂൾ ഓഫ് ഡ്രാമ പോലുള്ള ഒരു വലിയ ഒരു സ്കൂൾ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കി തരികയാണ്. അപ്പം അത് മറ്റു രാജ്യങ്ങളിലുള്ള ഡ്രാമകൾ കാണാനും അവരുടെ കൾച്ചർ, അവർ ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ, കോസ്റ്റ്യൂം, അവരുടെ ലാംഗ്വേജ്, അവരുടെ കൾച്ചർ, തിയേറ്റർ കൾച്ചർ ഒക്കെ അഡാപ്റ്റ് ചെയ്യാനും അതുവഴി നമ്മുടെ നാടകത്തിൽ ഉണ്ടാവുന്ന, ഇപ്പോൾ കോഴിക്കോടൻ നാടകം, തൃശ്ശൂർ നാടകം, തിരുവനന്തപുരത്ത് നാടകം, എല്ലാറ്റിനും അവരുടേതായ ഒരു കൾച്ചറുണ്ട്. എല്ലാറ്റിനും അതൊരു നാടകം കണ്ടാൽ നമുക്കറിയാം, നാടകക്കാരനെ കണ്ടാൽ നമുക്കറിയാം അവരേത് പ്രദേശത്തുള്ള ആളുകളാണെന്ന്. അതിലേക്കൊക്കെ അഡാപ്റ്റ് ചെയ്യാനും പുതിയ മെത്തേഡുകൾ കണ്ടെത്താനും നമുക്ക് പുതിയ പരീക്ഷണങ്ങൾ നടത്താനൊക്കെ അതുവഴി സാധ്യമായിട്ടുണ്ട്. ഇപ്പോഴും ആ ആളുകളൊക്കെ ആയിട്ടുള്ള കോണ്ടാക്ട് ഇപ്പോഴും ഞങ്ങൾ നിലനിർത്തുന്നുണ്ട്. താങ്ക് യു. ആസ് എ ടീച്ചർ, അധ്യാപിക എന്ന രീതിയിൽ ഇപ്പം എഡ്യൂക്കേഷണൽ തിയേറ്ററിനെയൊക്കെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുകയും അതേപോലെ തന്നെ ഇപ്പോൾ അധ്യാപിക എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് കബനി. ഇപ്പം നമ്മളുടെ കേരളത്തിൻ്റെ കരിക്കുലത്തിലൊക്കെ നമ്മളുടെ ആർട്ട് ഫോംസിനൊക്കെ വളരെ വലിയ പ്രാധാന്യം നമ്മൾ നൽകിയിട്ടുണ്ട് കരിക്കുലം റിവിഷൻ്റെ ഭാഗമായിട്ട്. ഇപ്പം നമ്മൾക്ക് കലാപഠനത്തിന് കൃത്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതിൽ നാടകം എന്ന് പറയുന്ന ഒരു സെഷൻ തന്നെയുണ്ട്. അപ്പം ഈ ഒരു തിയേറ്റർ എന്ന് പറയുന്നത്, നമ്മളെ ക്യാമ്പുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് കുട്ടികൾ ഇടപെടുന്ന സ്ഥലമാണ്. പക്ഷേ നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങൾ സ്കൂളിൻ്റെ ഭാഗമായിട്ട് വരിക എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം അവർ കൊണ്ടുപോകുന്നതാണ്, അവരുടെ പഠിക്കുന്ന പരിസരത്തിൽ തന്നെ. ഈ രീതിയിൽ ഇതിനെ അഡാപ്റ്റ് ചെയ്യുമ്പം ആസ് എ ടീച്ചർ, ആസ് എ തിയേറ്റർ പ്രാക്ടീഷണർ, എന്താണ് കബനീൻ്റെ ഒരു അനുഭവം? തീർച്ചയായും കോഴിക്കോട് തന്നെ 3 സ്കൂളുകളിലാണ് ഞാൻ തിയേറ്റർ ഒരു സബ്ജക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ആ സ്കൂളുകളിലെല്ലാം തന്നെയുള്ള കുട്ടികളുടെ ഒരു ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല എല്ലാ രീതിയിലും. പിന്നെ നമ്മളൊക്കെ തന്നെ ക്യാമ്പുകളിലും ഇതൊക്കെയാണ് കുട്ടികളെ ശരിക്കും കാണുന്നത്. നാടകം ചെയ്യുമ്പോൾ നമ്മൾ ഡേ ടു ഡേ നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്കൂളുകളിൽ കേട്ടോ. ഇപ്പം തിയേറ്ററുണ്ട്, അതൊരു വലിയൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ വലിയ വലിയ ആളുകൾ പഠിക്കുന്ന, വലിയ വലിയ കാശ് മുടക്കാൻ കെൽപ്പുള്ള സ്കൂളുകളിൽ മാത്രമാണ് ഇതൊക്കെ സാധ്യമാവുന്നത് എന്നുള്ളത് മാത്രമാണ്. ഞാനും അതിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ്. ഞാനും വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള സ്കൂളുകളിലാണ്. നമുക്ക് മറ്റു വഴിയില്ല. പിന്നെ കുട്ടികളെല്ലാവരും, അവിടെയുള്ള കുട്ടികളൊക്കെ തന്നെയും തിയേറ്ററിനെ അത്രമാത്രം സ്നേഹിക്കുകയും അത് നെഞ്ചോട് ചേർക്കുകയും എല്ലാം ചെയ്യുന്ന കുട്ടികളാണ്. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചുകൊണ്ട് ചേർന്ന കുട്ടികളടക്കം ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ അവിടുത്തെ ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞ സമയത്ത് 3 നാടകങ്ങൾ ഞാൻ ചെയ്തു. ഒന്ന് കുറുക്കൻ്റെ കല്യാണം എന്ന് പറഞ്ഞൊരു നാടകം,
അതിൽ 1 to 5 ക്ലാസ്സുകളിലെ കുട്ടികളാണ്. പിന്നീട് വേറെ ഒരു ദ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഡ്രാമയിൽ 4th മാത്രം പിള്ളേർ, അത് കഴിഞ്ഞ് സിൻഡ്രല്ല എന്ന ഡ്രാമയിൽ അങ്ങനെ തന്നെ 3rd പിള്ളേർ, അങ്ങനെ. പക്ഷേ ഈ പിള്ളേരൊക്കെ വിജയശേട്ടൻ്റെ വേറൊരു പ്രൊഡക്ഷനും ഉണ്ടായിരുന്നു. ഈ പിള്ളേരൊക്കെ തന്നെയും തിയേറ്റർ എന്ന് പറയുന്നത് എന്താണ്, അതിന് മനുഷ്യന് പരസ്പരമുള്ള സ്നേഹം പങ്കുവെക്കാൻ ഇടമായിട്ടും നമ്മുടെ തമ്മിലുള്ള അലോസരങ്ങൾ ഇല്ലാതാക്കാനുള്ള ഇടമായിട്ടും പരസ്പരം കൂട്ടുപിടിക്കാൻ, കൈകൾ ചേർത്ത് പിടിക്കാൻ പോലും സന്നദ്ധരല്ലാത്ത കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പല രീതിയിലും നമ്മുടെ മീഡിയാസും പലരും തെറ്റിദ്ധാരണകൾ മൂലം അന്യം നിന്ന് പോകുന്ന സ്നേഹബന്ധങ്ങളൊക്കെയുള്ള കുട്ടികൾ ഉണ്ട്. പക്ഷേ അവരൊക്കെ ചേർത്ത് പിടിച്ച് ഒരുമിച്ചിരിക്കുന്ന ഒരു ഇത് നമ്മുടെ തിയേറ്റർ ഇതിൽ നമ്മൾ കണ്ടിട്ട്, തിയേറ്റർ ക്ലാസ്സുകൾ നമ്മൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സാധാ സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്ക് കൂടെ ഇത് കിട്ടുന്ന രീതിയിൽ ഒരു തിയേറ്റർ സ്റ്റഡീസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ഒരു തിയേറ്റർ എന്ന് പറയുന്ന ഇതിൽ വരുന്നത്. വെച്ചാൽ നാടകം എന്ന് പറയുന്നത് എല്ലാ കലകളുടെയും കേന്ദ്രസ്ഥാനമാണ്. അതിലെല്ലാ കലകളും ഉൾപ്പെടും. ലോകത്തിൻ്റെ തന്നെ കലയാണ് നാടകം. അപ്പോൾ അതെല്ലാം ചേർത്ത് പിടിച്ച് അവരുടെ എല്ലാ കഴിവുകളെയും ചേർത്ത് പിടിച്ച് അവരെ നല്ലൊരു യുവതലമുറയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയണം. ഇന്ന് കാണുന്ന സിനിമകളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്യാമ്പസുകളിൽ മദ്യവും മയക്കുമരുന്നൊക്കെ വിതരണം ചെയ്താൽ ഒരു കുഴപ്പമില്ല. പിന്നെ അവർക്ക് ഒരു എന്താ പറയുക, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് പോയാൽ എന്താ സംഭവിക്കുക, ഈ രീതിയിലൊക്കെ എങ്ങനെ വേണമെങ്കിലും ആവാം, എല്ലാറ്റിനുമുള്ള ഫ്രീഡമാണ് ക്യാമ്പസുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരമൊക്കെ സിനിമകൾ മുന്നോട്ട്, ഈ സിനിമകളൊക്കെ നിരോധിക്കണോ വേണ്ടയോ, അല്ല ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഓൾ ആയിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാം അറിയാം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവരെ ഒരു നല്ലൊരു റൂട്ടിലേക്ക് കൊണ്ടുവരാനാണ് നാടകം എന്ന് പറയുന്ന കല ഇവിടെ ഉള്ളത്. അതിൻ്റെ പാർട്ടായിട്ടാണ് നമ്മളെല്ലാവരും തന്നെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അതിൽ പങ്കാളികളായാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. തീർച്ചയായും നമ്മുടെ കരിക്കുലത്തിൽ, കേരളത്തിൻ്റെ കരിക്കുലത്തിൽ ഇതും ഒരു വിഷയമായിട്ട് തന്നെ വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ സെഷൻ അവസാനിപ്പിക്കാൻ ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി വലിയ അനുഭവങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ള ആളുകൾ അവരുടെ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ അവരിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ ഈ ഒരു സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടാകും. ഇനി ഓഡിയൻസിൻ്റെ സെഷൻ്റെ സമയമാണ്. ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളോട് എന്താണ് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുശേഷം ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ഞാൻ നാടകക്കാരനല്ല, പക്ഷേ നാടകക്കാരെ കാണുന്നതും നാടകം കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ ചോദ്യം ഇതാണ്: കേരളത്തിലെ നമ്മുടെ പുരാണ നാടകങ്ങളിൽ നിന്ന് സാമൂഹ്യ നാടകങ്ങളിലേക്ക് വന്നതും പിന്നെ അതിൻ്റെ ആ ഗതിവേഗം വർദ്ധിച്ചതും നിലവിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചതുകൊണ്ടാണ്. നാടകം തന്നെ ഈ സാമൂഹ്യ പ്രശ്നങ്ങളോട് പ്രതികരിക്കാനുള്ളൊരു കലയാണ് എന്നുള്ള അർത്ഥത്തിലേക്ക് തന്നെ അത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴ് നേരത്തെ മനോജേട്ടൻ പറഞ്ഞതുപോലെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ സ്വീകരിക്കപ്പെടുന്നതിന് കണക്കാക്കി പെട്ടിക്കനുസരിച്ച് കാല് മുറിച്ച് രൂപപ്പെടുത്തുന്ന നാടകങ്ങളെ ചിലവാകുന്നുള്ളൂ. സാമൂഹ്യ പ്രശ്നങ്ങളോട് നേരത്തേതുപോലെ പ്രതികരിക്കാൻ എഴുത്തുകാർക്കും പറ്റുന്നില്ല. അങ്ങനെ പ്രതികരിക്കത്തക്ക വിധമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ അത് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർ അവനവനിലേക്ക് പരമാവധി ചുരുങ്ങി അവനവൻ്റെ ജീവിതത്തിന് വേണ്ടി എഴുതുകയും അവനവൻ്റെ ജീവിതത്തിന് വേണ്ടി സംവിധാനം ചെയ്യുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ, അതായത് നമ്മളൊക്കെയും അതൊരു കുറ്റമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവനവനിസം എന്ന് പറയുന്നത് അത്രമാത്രം, അതായത് പണം ഉണ്ടാക്കുക, ജീവിതം ആസ്വദിക്കുക എന്നുള്ളതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ തത്വശാസ്ത്രമായി മാറിക്കഴിഞ്ഞല്ലോ. ഇക്കാലത്ത് ഇനി നാടകത്തിന് ഭാവിയിൽ ഇപ്പോഴൊക്കെ നാടകം കളിക്കും, തുടർന്നും നാടകം കളിക്കുമോ? അതിന് എത്രത്തോളം ഭാവിയുണ്ട്? നാടകം നേരത്തേതുപോലെ സാമൂഹ്യ പ്രശ്നങ്ങളെ പൊതുജനമധ്യത്തിൽ അവതരിപ്പിച്ച് അതിന് രക്തസാക്ഷിയായ ഹഷ്മിയുടെ നാടാണ് നമ്മുടേത്. അത്തരത്തിൽ ആ ധൈര്യത്തോടെ രംഗത്ത് വരാൻ സദാ മനുഷ്യർക്ക് കഴിയുന്നില്ല. പൊതുവെ സാഹിത്യത്തെയും കലയെയും സമീപിക്കുന്നവർക്ക് കഴിയുന്നില്ല. നാടക പ്രവർത്തകർക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം.
അതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. നാടകം ഇപ്പോഴും നടക്കുന്നുണ്ട്. നാടകം തീർച്ചയായിട്ടും ജനങ്ങൾ സംവേദിക്കുന്നുണ്ട്, ഇടപെടേണ്ട പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. പക്ഷെ അത് കാഴ്ചയുടെ പ്രശ്നമാണ്. അതിൻ്റെ രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നാടകക്കാർ മാത്രമേ അതിന് അതിന് ഒഴിവാക്കപ്പെട്ട ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ളൂ എന്നുള്ളത് നമ്മളൊരു ധാരണയാണ്. അത് ആവണില്ല. ഏത് കലയ്ക്കും അങ്ങനെ കൃത്യമായിട്ട് ഇടപെടാനുള്ള വേദി, പരിസരം ഈ കേരള സമൂഹത്തിലുണ്ട്. പക്ഷെ നാടകക്കാരെ എന്താ വെച്ചാൽ നാടകക്കാർ തീർത്തും ജനങ്ങളുമായിട്ട് നേരിട്ട് ഒരു നാടകം ഉണ്ടാവുന്നത് മാറ്റപ്പെടാൻ വേണ്ടി കൂടിയാണ്. അടുത്ത് അവതരിപ്പിക്കുന്നത് മാറ്റപ്പെട്ടുകൊണ്ടാണ്. സിനിമയ്ക്കോ മറ്റുള്ള കലാരൂപത്തിനോ ആദ്യമില്ല. കളിക്കപ്പെട്ടാണെങ്കിൽ അവിടെ കളിക്കപ്പെട്ടത് മാത്രമാണ്. സിനിമയാണെങ്കിൽ സിനിമ ഉണ്ടാക്കിയതാണെങ്കിൽ ആ ഉണ്ടാക്കിയ സ്ഥാനം തന്നെയാണ് കാലങ്ങൾ കഴിഞ്ഞാലും അതുണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ നാടകം അതല്ല. നാടകം വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിയും. സംവിധായകൻ്റെ രീതിയിൽ, ആക്ടർ എന്ന രീതിയിൽ നിന്നോ അത് മാറ്റപ്പെടുന്ന അടുത്ത സ്റ്റേജിൽ അത് മാറിക്കൊണ്ടിരിക്കാം. മാറേണ്ടതാണ്. പുതിയ കാലത്തിൻ്റെ പുതിയ സോഴ്സിനനുസരിച്ച് അത് മാറേണ്ടതാണ്. അപ്പം കാലത്തിനനുസരിച്ച് മാറ്റപ്പെടാൻ തയ്യാറായിട്ടുള്ള ഒരു വേദിയാണ് നാടകം എന്നുള്ളത്. പിന്നെ നാടകം പ്രൊഡക്ഷൻ ചെയ്തിട്ട് കേരളത്തിൽ ആരും അങ്ങനെ നാടകക്കാർ വലിയ പൈസക്കാരൊന്നും ആയിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് അറിയാം, ഒരുപാട് പേരെ അറിയാം. അതായത് അവരുടെ നാടകം എന്ന് പറയുന്നതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അവർ നിന്നിട്ടുണ്ടാവുക. അത് ഏത് നാടകവേദിയായാലും. പ്രസാദനെ അറിയായിരിക്കും അല്ലേ? ഒരുപാട് പേര് വീട് വിൽക്കുകയും സ്ഥലം പോവുകയൊക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട്. നമുക്കതിനെ നോക്കൂ. മലയാളത്തിൽ ആദ്യത്തെ നടി എന്ന് പറയുന്നത്, പ്രൊഫഷണൽ നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ചൊരു നടി എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, ഇവിടെയല്ലേ, എറണാകുളത്തുള്ള. അപ്പോൾ ആ ലക്ഷ്മി എന്ന് പറയുന്നവർ ആണുങ്ങൾ മാത്രം നാടകം കളിച്ചിരുന്ന ഒരു കാലത്ത് സ്ത്രീവേഷം കെട്ടാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ അവർ ജീവിതത്തിൻ്റെ അവസാനം അവർക്കിപ്പോഴും ഒരു സ്മാരകമില്ല കേരളത്തിൽ. ഏത് ലക്ഷ്മി ആദ്യത്തെ അവർക്ക് ഇല്ല. അവരുടെ സ്മാരകം എന്ന് പറയുന്നത് അവർ കളിച്ച നാടകങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, അവർ പറഞ്ഞത് അവർ മരിക്കുന്ന സമയത്ത് അവരെ മുറിയിൽ മുഴുവനും അവർ അഭിനയിച്ച നാടകത്തിലെ വേഷങ്ങളായിരുന്നു. എല്ലാ വേഷങ്ങളും. അപ്പോൾ അവർ അഭിനയിച്ച അനാർക്കലി എന്ന് പറയുന്ന നാടകത്തിലെ വേഷം മരിച്ചു കഴിഞ്ഞാൽ ആ വേഷം ഇട്ടുകൊണ്ട് അവരെ എന്ത് ചെയ്യണം, പോകണമെന്നായിരുന്നു, മരണത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ അവരെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് നാടകപ്രവർത്തകർ വന്നിട്ടുള്ളത്. അങ്ങനെയാണ്, ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നാടകത്തിലേക്ക് വരുന്നത്. ഒന്നും തിരിച്ചു കൊണ്ടുപോകാതെയാണ് അവർ നാടകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. പക്ഷേ അവരുടേതായൊരു മനസ്സുണ്ട്. അവരൊരു കൃത്യമായി പറയാനുള്ള ഒരു പൊളിറ്റിക്സൊക്കെ അവർ പറയുന്നുണ്ട്. അവരെ ജീവിതം കൊണ്ട് പറയുന്നുണ്ട്, അവരെ കല കൊണ്ടും പറയുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാലത്തും പറയുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നാടകം മരിച്ചു എന്ന് സാറ് പറഞ്ഞത്, മരിക്കുന്നുണ്ടോ എന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് എല്ലാവരുടെയും ചോദ്യം എന്നുള്ള രീതിയിലാണ് സാർ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അത് എനിക്ക് തോന്നുന്നത് ഇന്ന് ക്യാമ്പസുകളിൽ നാടകം പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ എത്ര പേര് നാടകത്തെ ഉപജീവന മാർഗമായിട്ടും അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഒരു വേ ആയിട്ട് അതിനെ തിരഞ്ഞെടുക്കുന്നു എന്ന്, അത് നിലപാടിൻ്റെ പ്രശ്നമാണ്. കാരണം നാടകം എന്ന് പറയുന്നത് ഒരു സിനിമ പോലെയോ അല്ലെ മറ്റു ഒരു മീഡിയ പോലെ ഒരു ഫെയിം കിട്ടുകയോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമാവുകയോ ചെയ്യുന്ന കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത്. ഡൽഹിയിലൊക്കെ പോവുകയാണെങ്കിൽ മാഡം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഓട്ടോറിക്ഷക്കാർ പോലും നമ്മളെ കോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനത്രയും വാല്യൂ അവിടെയുണ്ട്. അപ്പം ഇവിടെയും ആ വാല്യൂ ഉണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാടകം മരിച്ചു. അത് ഇന്ന് ക്യാമ്പസുകളിലേക്ക് ചെല്ലണം. ശാന്തേട്ടൻ പറഞ്ഞ പോലെ നാടകങ്ങൾ പൂക്കുന്നത് ക്യാമ്പസുകളിലാണ്, പലയിടങ്ങളിലാണ്. നമ്മൾ നാടകം എന്തിനു ചെയ്യുന്നു, അത് സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് നാടകം ചെയ്യുന്നവർക്കും നാടകത്തിൽ അഭിനയിക്കുന്നവർക്കും നാടകം ഉപരിപഠനമായി സ്വീകരിക്കുന്നവർക്കും ഉണ്ടാവണം. അപ്പം തൻ്റെ ദൗത്യത്തിൽ നിന്ന് മറികടന്ന് സിനിമ പോലുള്ള മേഖലയിലോട്ട് മാത്രം ഒതുങ്ങി അവരുടെ കാശിന് മാത്രം, അവരുടെ ഫെയിമിന് മാത്രം, ദേശീയ അവാർഡിനും അതിനു വേണ്ടി മാത്രം നിലകൊണ്ട് കഴിഞ്ഞാൽ അത് പറ്റില്ല. അപ്പം നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക, അത് എപ്പോഴും ചലനാത്മകമായി സൊസൈറ്റിയുടെ കൂടെ തന്നെ നാടകത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. താങ്ക് യു.
ഒരു ചോദ്യത്തിന് ഇനി വേറെ ആരും ചോദ്യം ചോദിക്കാനായിട്ട് തയ്യാറായിട്ട് കാണുന്നില്ല. ഒറ്റ ചോദ്യത്തിനുള്ള സമയം കൂടി ഉണ്ടാവും തോന്നുന്നു. നമസ്കാരം, പേര് അരുൺ എന്നാണ്. ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് നാടകമൊക്കെ കളിച്ചിട്ടുണ്ട്. ആ കാലത്ത് ഒരുപാട് തെരുവ് നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ അധികവും വേദികൾ കിട്ടിയത് സ്കൂൾ രംഗത്താണ്. പിന്നെ നാടകം കാണുന്നത് അധികവും ഒരു ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഭയങ്കര ഓവറായിട്ട് മേക്കപ്പ്, സ്റ്റേജ് ഒഴികെ ബാക്കിയെല്ലാം ആ നാടകത്തിൽ ഒരു ഓവറായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഞങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനത്തെ ഒരു നാടകം, പിന്നെ അങ്ങനെ ഉള്ള നാടകങ്ങൾ ഈ കാണികളെ അലോരസപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് നാടകം കൊണ്ടൊരു വിമുഖത ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഓരോ തരത്തിലുള്ള നാടകമാണല്ലോ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ചിലപ്പോൾ ഈ പുരാണ നാടകമൊക്കെ ആയിരിക്കും കളിച്ചിട്ടുണ്ടാവുക, ഓരോ പുരാണ കഥാപാത്രങ്ങളും ഒക്കെയുള്ള നാടകമായിട്ട് കളിച്ചിട്ടുണ്ടാവുക. പക്ഷെ അല്ലാതെ ഇപ്പോഴും ഇന്നലെയാണല്ലോ പരിഷത്തിൻ്റെ നാടകയാത്ര തുടങ്ങിയിട്ടുള്ളത്, ഇന്ത്യ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ എത്രയോ കാലമായിട്ട് ആ നാടക പ്രവർത്തനം തെരുവരങ്ങുകളിൽ അവർ കൃത്യമായി നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും പലതും നമ്മൾ പുതിയ കാലത്ത് കാണാനായിട്ടാണ് തോന്നുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നന്നായി നാടകമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളൊരു വലിയ നാടക വേദിയിൽ അപ്പോൾ നാടകം നടക്കുന്നൊരു സ്ഥലത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നിങ്ങളൊന്ന് നാടകം കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് സമയം ഉണ്ടാവില്ല. പക്ഷേ ഇത് നാടകങ്ങളും ഇല്ലായിട്ടൊന്നുമല്ല, ഇഷ്ടംപോലെ നാടകങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. നാടകം മാത്രമാണ്. ഇപ്പോൾ ലിറ്റററി ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃതികൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ നാടകത്തിലായിരിക്കും. ഏറ്റവും കൂടുതൽ സാഹിത്യ കൃതി ഉണ്ടാകുന്നത് ചിലപ്പോൾ നാടകത്തിലായിരിക്കും. എല്ലാ യുവജനോത്സവവും എടുത്തു നോക്കൂ. എല്ലാ യുവജനോത്സവം എടുത്തു നോക്കുമ്പോൾ ഒരു 10,000-ഓളം സൃഷ്ടികൾ പുതുതായിട്ടുണ്ടാകുന്നത് നാടകത്തിലാണ്. അത് മറച്ചു വെക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് എത്രത്തോളം ക്രോഡീകരിക്കുന്നു എന്നൊക്കെ ഉള്ളത് വേറെ പ്രശ്നം. എല്ലാ സ്ഥലങ്ങളിലും നാടകം ഉണ്ടാകുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും നമ്മൾ പുതിയ പരീക്ഷണങ്ങൾ നാടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ചേട്ടൻ ഇപ്പോഴും ആ ഉത്സവപ്പറമ്പിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ തന്നെ കോഴിക്കോട് തന്നെ ഇപ്പോൾ നാടകം എന്ന് പറയുന്നത് വളരെ എക്സ്പെരിമെൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഒരു കാറിലാണ് ഒരു നാടകം നടന്നത്. 4 പേരാണ് ആ നാടകം, ഒരു കാറിലാണ് നാടകം നടക്കുന്നത്. 4 പേരാണ് ഓഡിയൻസ്. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റും നടക്കുന്നുണ്ട്. പക്ഷേ പല രീതിയിൽ നമ്മുടെ നാടകത്തിൻ്റെ ഫോം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ പല രീതിയിലുള്ള നാടകങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഇപ്പോൾ ഇന്നലെ നടക്കാവ് കണ്ണൂരിൽ അമേച്ചർ നാടകോത്സവത്തിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാ സ്ഥലങ്ങളും നമ്മളിങ്ങനെ തേടി പോകണം. നാടകം ഉണ്ട്, എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടത് ആ ഉത്സവപ്പറമ്പിലുള്ള നാടകമായിരിക്കും. ഇനിയിപ്പോൾ ഇറ്റ്ഫോക്ക് ഫെസ്റ്റിവൽ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെ നടക്കാൻ പോകുന്നുണ്ട്. അതിൽ 15 നാടകങ്ങളുണ്ട്. അതിൽ 3 മലയാള നാടകങ്ങൾ, വിദേശ നാടകങ്ങൾ, ഇന്ത്യൻ നാടകങ്ങളൊക്കെ ഉണ്ട്. ചേട്ടനൊന്ന് പോയി കാണണം, അപ്പം മനസ്സിലാവും. വിദേശ നാടകങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാ ജില്ലകളിലും പറ്റാവുന്നതാണെങ്കിൽ അവിടെ നിന്ന് അവർക്ക് ഉള്ള അക്കോമഡേഷനൊക്കെ ശരിയാവുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും അവതരിപ്പിക്കാനുള്ള വേദി കൂടി ഉണ്ടായാൽ ഒരു പക്ഷേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി ആവുമെന്ന്. അതുപോലെ ഇറ്റ്ഫോക്ക് വന്നതോടുകൂടി നമ്മുടെ ദേശീയ നാടകോത്സവം നിന്നു. അപ്പോൾ ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ ഒരു ഫെസ്റ്റിവൽ നിൽക്കാൻ പാടില്ല, അതും തുടരാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ നാടകങ്ങൾ കാണാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടും. ഇറ്റ്ഫോക്ക് തന്നെ നമുക്ക് മലയാളത്തിലൊക്കെ കുറച്ചുകൂടെ എൻട്രി ഒക്കെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? 3 നാടകങ്ങളാണ് നമ്മൾ മലയാളത്തിൽ കൊടുത്തത്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെ 7 ദിവസം ഉണ്ടല്ലേ രത്നരട്ട? കുറച്ചുകൂടെ നാടകങ്ങളൊക്കെ പരിഗണിക്കാനും അത്രയും വളരെ ചെറുപ്പക്കാരായിട്ടുള്ള അത്രയും കഴിവുറ്റ പ്രതിഭകൾ നാടകം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. ഗംഭീരമായിട്ട് നാടകം അതൊക്കെ ഒന്ന് ഒരു ഇറ്റ്ഫോക്കിലൂടെ കാണിക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കേണ്ടതാണെന്ന് തോന്നുന്നു. 3 നാടകത്തിൽ ഒരു നാടകം അല്ലേ? ഇപ്പം 3 നാടകമാണ് തിരഞ്ഞെടുത്ത്. തീർച്ചയായിട്ടും ഇപ്പം നാടക മത്സരം നടന്നുകൊണ്ടിരിക്കും. ഉത്തരമേഖല നാടക മത്സരം അവസാനിച്ചേ ഉള്ളൂ. ദക്ഷിണ മേഖല വരുന്നു, മധ്യമേഖല വരുന്നു. ഈ 3 മേഖലകളിലായിട്ട് 21 നാടകങ്ങൾ കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിലുള്ള 10-30 പേർ 2-3 മാസമായിട്ട് അവർ പരിശീലനത്തിലായിരുന്നു കേരളത്തിൽ. അപ്പോൾ ഒരു കൂട്ടായ്മ വല്ലാതെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴും. അപ്പം നാടകം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, നാടകം കാണാൻ ആളുകളുണ്ട്. ഇപ്പോൾ കണ്ണൂർ നടന്ന ഉത്തരമേഖല നാടക മത്സരത്തിൽ കാണികൾ 10,000-കണക്കിന് കാണികളായിരുന്നു എന്ന് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ കാഴ്ചയുടെ ഒരു വല്ലാതെ പൂരം തന്നെയാണ് ഈ നാടക മത്സരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നാടകങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു മത്സരത്തിൻ്റെ ഇനങ്ങളിലാണെങ്കിലും അല്ലാതെ അവതരിപ്പിക്കപ്പെടുന്നതാണെങ്കിലും കാണികൾ സമ്പന്നമാക്കും എന്ന് തന്നെയാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. പ്രിയമുള്ളവരെ, വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ്
അരങ്ങിൻ്റെ വർത്തമാനം എന്ന നാടകവുമായി ബന്ധപ്പെട്ട ഈ സെഷൻ അവസാനിക്കുന്നത്. നാടകം പൂക്കുന്ന കാലം ഏറ്റവും പ്രസക്തമായി നമ്മളുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ ഒരു സെഷൻ്റെ ഭാഗമായി ഇവിടെ ഞങ്ങളെ കേട്ടിരുന്ന ഏവർക്കുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് അരങ്ങിൻ്റെ വർത്തമാനം എന്ന് പറഞ്ഞ ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.